യേശു വിളിക്കുന്നു. സ്നേഹമോടെ തൻ കാര്യങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. സ്നേഹമോടെ തൻ കാര്യങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ദാസൻ നിബു കുര്യൻ ഉണ്ട്, അത് ഓർത്തില്ല, പിന്നെ ഓർത്ത് പാട്ട് പാടിയപ്പോൾ. അനുഗ്രഹിക്കപ്പെട്ട നല്ല മീറ്റിങ്ങിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. സൈമൺ ബാസ്റ്ററേയും മറ്റ് എൻ്റെ സഹോദരന്മാരായ എല്ലാ കർത്തൃദാസന്മാരെയും എല്ലാ പ്രിയപ്പെട്ടവരെയും കൂടാരം മീറ്റിങ്ങിലുള്ള എല്ലാ സഹോദരിമാരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് മുൻപ് ശുശ്രൂഷിച്ച കർത്താവിൻ്റെ ദാസൻ ബെന്നി പാസ്റ്റർ, അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പറഞ്ഞ ആശാ സിസ്റ്റർ, ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഇന്ന് ഈ പ്രത്യേക പ്രാർത്ഥനയിൽ ഞാനും കർത്താവിനെ സ്തുതിക്കുന്നു. കൂടാര മീറ്റിംഗ് ഞങ്ങൾക്കൊരു അനുഗ്രഹമാണ്. പല കാര്യങ്ങളിലും ഞങ്ങളെ ഒത്തിരി പ്രാർത്ഥനയിൽ സപ്പോർട്ട് ചെയ്ത ഈ പ്ലാറ്റ്ഫോമിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. സെവൻ ബാസ് പ്രത്യേകിച്ച് ഞങ്ങളുടെ പല കാര്യങ്ങളിലും പ്രാർത്ഥനയിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് മറക്കാൻ കഴിയാത്ത ഒരനുഗ്രഹിക്കപ്പെട്ട ഫെലോഷിപ്പാണ്, ദൈവദാസനാണ്. എല്ലാറ്റിനായിട്ടും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വാക്കുകൾ പരിമിതപ്പെടുത്തുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. വിശേഷിച്ച് ഞങ്ങളുടെ മോഡ പ്രത്യേക വിഷയത്തിൽ പാസ്റ്ററാണ് ആദ്യം ഞങ്ങളെ ഈ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളുടെ മോഡ ഒരു പ്രത്യേക യുക്രൈൻ വാറിനകപ്പെട്ടപ്പോൾ സൈമൺ ബാസ്റ്ററാണ് കൂടി ഞങ്ങളുടെ വീട്ടിൽ ആദ്യം വന്ന് മോഡ വിഷയത്തിൽ ഞങ്ങളോട് ചേർന്നിരുന്ന് പാസ്റ്റർ പ്രാർത്ഥിക്കും. അന്ന് പാസ്റ്റർ പ്രാർത്ഥിച്ച് കർത്താവ് തന്ന ആലോചന പറഞ്ഞിട്ട് പോയി. ഞാൻ പറഞ്ഞത്, പാസ്റ്റർ പറഞ്ഞു വീഡിയോ എല്ലാവരും ഓണാക്കണം, എങ്കിലും ചിലർക്ക് പ്രാക്ടിക്കലാകത്തില്ല. എന്നാൽ ഒരു പാട്ടായിരിക്കും, ഒരു സാക്ഷ്യമായിരിക്കും, ഒരു വേർഡായിരിക്കും, ഒരു പ്രൊഫസി ആയിരിക്കും, അല്ലെങ്കിൽ മറ്റൊരാളുടെ ഒരു അനുഭവം പങ്കിടുന്നതായിരിക്കും നമുക്കൊരു ബലം. ഇന്ന് രാത്രിയിൽ യെശയ്യാ പ്രവാചകൻ പറയുന്നില്ലേ, അങ്ങനെ ആശാരി കൊല്ലനെയും കൊല്ലൻ കൂടം തല്ലുന്നവനെയും തമ്മിൽ ധൈര്യപ്പെടുത്തി എന്ന് പറയുന്ന പോലെ ഇന്ന് രാത്രിയിൽ അങ്ങനെ ഒരു അന്യോന്യമുള്ളൊരു ധൈര്യപ്പെടുത്തൽ അത് പരിശുദ്ധാത്മാവ് നമുക്ക് തരട്ടെ. പാസ്റ്റർ ജെയിംസ് പാസ്റ്റർക്കായിട്ടും സ്തോത്രം ചെയ്യുന്ന എല്ലാവരെയും കർത്താവ് ഇന്ന് രാത്രി അനുഗ്രഹിക്കട്ടെ. ഞാൻ ഈ സൂമിൽ ഇടയ്ക്ക് കയറുമ്പോൾ ആശാ വർഗീസ് സിസ്റ്ററെ കാണാറുണ്ട്. ഇത്രയും വലിയൊരു സാക്ഷ്യത്തിന് ആയിരുന്നു എന്ന് ഇന്ന് രാത്രിയിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2 ആഷമാരായിരുന്നു. ഒരാശ പുന്നൂസും ഒരാശ വർഗീസും. 2 ആഷമാരുണ്ടായിരുന്നു. പാസ്റ്റർ പറഞ്ഞ പോലെ പലരും മാറി, പലരും കളം മാറി, പലരും പിന്മാറി. എങ്കിലും കർത്താവിൻ്റെ ദാസിക്ക് ദീർഘമായൊരു ബന്ധം ഈ കൂടാരം മീറ്റിങ്ങും ദൈവദാസന്മാരും ഒക്കെ ആയിട്ട് ലഭിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഒരു കാര്യം ഉറപ്പാണ്, ഈ മോശയും യോശുവായും കൂടെ ഒരുമിച്ച് പർവ്വതത്തിലോട്ട് കയറി. ഇടയ്ക്ക് ചെന്നപ്പം യഹോവയായ ദൈവം പറഞ്ഞു, മോശ മാത്രം കയറി വന്നാൽ മതി, പക്ഷേ യോശുവ എവിടെയാണെന്ന് അറിയത്തില്ല. ദൈവത്തോടൊപ്പം പർവ്വതത്തിൽ മോശ സമയം ചെലവഴിക്കുന്നു, അഹരോൻ ജനത്തോടൊപ്പം താഴ്വരയിൽ സമയം ചെലവഴിക്കുന്നു. പക്ഷെ ആരും അന്വേഷിച്ചില്ല ഈ യോശുവ എവിടെയാണ്. സ്തോത്രം. ഏതോ പാറയ്ക്കകത്ത്, ഏതോ ഒരു ഗുഹയ്ക്കകത്ത് പാവം പിടിച്ച യോശുവയെ ദൈവം ഒളിപ്പിച്ചു. പക്ഷെ കാലങ്ങൾ കുറെ കഴിഞ്ഞപ്പം ഈ മോശ മരിക്കാറായപ്പം മോശയോട് ദൈവം പറഞ്ഞു, നീ കോട്ടയത്ത് പോയി ഒരു ശവപ്പെട്ടി വാങ്ങിക്കണം, നാളെ നീ മരിക്കും, അതുകൊണ്ട് വേറെ ആരുടെയും കയ്യിൽ ഞാൻ നിൻ്റെ ബോഡി കൊടുക്കത്തില്ല, ഞാൻ തന്നെ ആയിരിക്കും നിൻ്റെ ശവസംസ്കാരം നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം ദൈവം പറഞ്ഞു, മോശയ്ക്ക് ശേഷം ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടത്, ലീഡർഷിപ്പിൽ ആര് വരണം എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് തന്നെ ഒരാളെ കൊണ്ടു കൊടുത്തു. അതെ, സ്തോത്രം. കൂടാരത്തിനകത്ത് അല്ലെങ്കിൽ ദൈവം ഒളിപ്പിച്ച സ്ഥലത്ത് മറഞ്ഞിരുന്ന ഒരു യോശുവായി. ഞാൻ പറഞ്ഞതിനർത്ഥം, ഇന്ന് രാത്രി ഒരു പ്രവചന ശബ്ദം പോലെ പരിശുദ്ധാത്മാവ് എന്നോടും ഇടപെടുന്നു. ഏതൊക്കെയോ കൂടാരങ്ങൾക്കകത്ത്, ഏതൊക്കെയോ ഗുഹയ്ക്കകത്ത്, ഏതൊക്കെയോ പ്രാർത്ഥനയ്ക്കകത്ത്, ഏതൊക്കെയോ അതേ സ്തോത്രം പ്രഭാതങ്ങളിൽ, രാത്രികളിൽ ദൈവസാന്നിധ്യത്തിൽ മറഞ്ഞിരുന്ന ചിലരെ ഒരിക്കലും വിചാരിക്കാത്ത, ആഗ്രഹിക്കാത്ത,
സ്വപ്നം കാണാത്ത, ചിന്തിക്കാത്ത ആത്മതലങ്ങളിലേക്ക് പിടിച്ച് കയറ്റുന്ന ഒരു രാത്രിയായി തീരട്ടെ. എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കും? എത്ര പേര് ഈ രാത്രിയിൽ ആ ദൂത് ഏറ്റെടുക്കും? സ്തോത്രം, സ്തോത്രം. ഇന്നുവരെ ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു ആത്മതലം, ഇന്നുവരെ ഞാൻ പ്രവചിച്ചിട്ടില്ലാത്തൊരു പ്രവചന മേഖല, ഇന്നുവരെയും ഞാൻ ശുശ്രൂഷിക്കാത്തൊരു ആത്മതലം എൻ്റെ മേൽ ഇന്ന് രാത്രിയിൽ കർത്താവ് കൈമാറണം എന്ന് ആഗ്രഹിക്കുന്നവർ ഒന്ന് ആത്മാവിൽ സ്തോത്രം ചെയ്തേ. സ്തോത്രം. വെന്നിപ്പാസ് പറഞ്ഞപ്പോൾ ദൈവം ഇടപെടുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. പുറപ്പാട് പുസ്തകം 33:11, എബ്രായർ 2:14, സ്തോത്രം, യോഹന്നാൻ 16:29, സ്തോത്രം, ഇങ്ങനെ പറഞ്ഞു. പക്ഷേ അത് ദൈവം നമ്മളോട് സംസാരിച്ച കാര്യങ്ങളാണ്. എന്നാൽ യോശുവയുടെ കാര്യം പറയുമ്പം ഒരു കാര്യം പറയാതെ പോയാൽ അത് അല്പം അവിശ്വസ്തതയാകും. യോശുവയുടെ പുസ്തകം 10-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ ഒരു വാക്യമുണ്ട്. സ്തോത്രം. യോശുവ 10-ാം അധ്യായം 12-ാമത്തെ വാക്യം. പക്ഷേ ഒന്ന് കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിച്ചു തരാം. സ്തോത്രം. അതിങ്ങനെയാണ്. യഹോവ അമോര്യരെ ഇസ്രായേൽ മക്കളുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്ത ആ ദിവസം. ശരിയാണോ? ഞാൻ പറഞ്ഞ വാക്യം ശരിയാണോ? പാസ് എനിക്ക് രാത്രി 2 മണി വരെ സമയം തന്നിട്ടുണ്ട്. സ്തോത്രം. അതുകൊണ്ട് എപ്പം നിർത്തുമോ അപ്പോഴായിരിക്കും കൃത്യസമയം. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ആരെയും ഉറക്കുന്ന പരിപാടി സൈമൺ പാസ്റ്റർക്കില്ല. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിച്ചു നോക്കിയേ. ഇസ്രായേൽ മക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത ആ ദിവസം, 12-ാമത്തെ വാക്യം. ഞാൻ പറയുന്ന വാക്യം ശരിയാണോ ആശ സിസ്റ്ററെ? സ്തോത്രം. ശരിയാണ്. എന്തിയെ വാക്യം വായിക്കുന്ന ഒരു സഹോദരി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ സ്തോത്രം, സ്തോത്രം, ആളെ ഉണ്ടായിരുന്നു. വീഡിയോ ഓൺ ചെയ്തിരിപ്പുണ്ടായിരുന്നു. ഇപ്പം ഇല്ല. ആമേൻ. സ്തോത്രം. നമുക്കറിയാം ഏൽപ്പിച്ചു കൊടുത്ത ദിവസം. ആമേൻ. സ്തോത്രം, സ്തോത്രം. യോശുവ യഹോവയോട് സംസാരിച്ചു എന്ന് പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ദൈവസഭ എന്ന ഭൂമിയിലെ ദൈവത്തിൻ്റെ മർമ്മം ദൈവം ഇങ്ങോട്ട് സംസാരിക്കുക മാത്രമല്ല, നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത, നമുക്ക് അങ്ങോട്ട് അപ്പനോട് സംസാരിക്കാം. എത്ര പേര് രാത്രിയിൽ അങ്ങനെ ഒരു അനുഭവത്തിൽ ജീവിക്കുന്നുണ്ട്? ഞാൻ ഇങ്ങോട്ടുള്ള ദൈവശബ്ദം മാത്രമല്ല, ഞാൻ അങ്ങോട്ടും ചില കാര്യങ്ങൾ പറയാൻ ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഒരു പുത്രത്വമുണ്ട്. ഒന്ന് രാത്രി പിശാച് കേൾക്കപ്പറ, ഞാൻ പുത്രിയാണെന്ന് പറ, ഞാൻ പുത്രനാണെന്ന് പറ. അഖിലാണ്ടങ്ങളെ സൃഷ്ടിച്ച സർവശക്തനായ എൻ്റെ അപ്പൻ്റെ മകനാണ് ഞാൻ. ജുഡമന അടഗജ ലഗത്തുന സതി വർദ്ധ അടകെ ജഗംധുനി റിക. എല്ലാ ദാസ്യത്വത്തിൻ്റെ സ്പിരിറ്റും പൊട്ടട്ടെ. ഒരു സാക്ഷ്യം നമ്മൾ കേട്ടില്ലേ? എല്ലാ കണ്ണുനീരിൻ്റെ അനുഭവങ്ങളും പൊട്ടട്ടെ. എല്ലാ അനാഥത്വങ്ങളും പൊട്ടട്ടെ. എനിക്ക് ഭർത്താവില്ല, എനിക്ക് അപ്പനില്ല, എനിക്ക് സഹോദരങ്ങളില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല. ഇങ്ങനെയുള്ള വല്ലാത്ത ചില വ്യഥകളുടെ സ്പിരിറ്റുകൾ ഇന്ന് രാത്രിയിൽ ദൈവാത്മാവിൽ പൊട്ടട്ടെ. ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ച്, ശമന, ഞാനൊരു പുത്രിയാണ്, ഞാനൊരു പുത്രനാണ്. അഖിലാണ്ടങ്ങളുടെ സൃഷ്ടികർത്താവിൻ്റെ ആത്മാവിൽ പുറത്തു വന്ന ഒരു പ്രോഡക്റ്റാണ് ഞാൻ. ഞാനൊരു അനാഥനല്ല. എനിക്ക് പറയാനും ചോദിക്കാനും ഇടപെടാനും കാര്യങ്ങൾ തീർക്കാനും എൻ്റെ ഉത്തരവാദിത്തം നടത്താനും എൻ്റെ മരണ ദിവസം വരെ എന്നെ ഈ ഭൂമിയിൽ ജയോത്സവമായി നടത്താൻ, ചോദ്യങ്ങൾക്ക് നടുവിൽ, വെല്ലുവിളികൾക്ക് നടുവിൽ എന്തൊക്കെയാകും, എങ്ങനെയൊക്കെ ആകും എന്നൊക്കെ സകല ആശങ്കകൾക്കുമകത്ത് നമ്മെ എത്തേണ്ടിടത്ത് എത്തിക്കാൻ ദൈവം വിശ്വസ്തൻ. ദൈവം വിശ്വസ്തൻ. ഞാൻ എൻ്റെ രക്ഷയുടെ അനുഭവത്തിൽ ഇറങ്ങി എന്നോട് കർത്താവ് ആദ്യമായി സംസാരിച്ച ഒരു ശബ്ദമാണ്, ഞാൻ നിനക്ക് വിശ്വസ്തനായിരിക്കും. ആമേൻ. ഒരു പ്രവാചകനല്ല. എനിക്കന്ന് പ്രവാചകന്മാരെ അറിയത്തില്ല. സ്തോത്രം. എനിക്കെന്ന് പെന്തക്കോസ് എന്നാന്ന് അറിയത്തില്ല. ഞാൻ സമുദായം വിട്ട്, കുപ്പായം വിട്ട്, സെമിനാരിയിൽ നിന്ന് പുറത്തു വന്ന് സ്തോത്രം ചൊല്ലിയതും ചൊലുത്തിയതും ഒക്കെ വിട്ടേച്ച് പുറത്തു വന്നപ്പോൾ ഞാൻ എൻ്റെ വീട്ടിനകത്ത് വെച്ച് ആദ്യമായി ദൈവശബ്ദം കേൾക്കുന്നതാണ്, എൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമായിരിക്കും. ഈ 57 വയസ്സ് കഴിഞ്ഞു. സ്തോത്രം. ഇന്ന് രാത്രിയിലും ഈ കൂടാരം പ്ലാറ്റ്ഫോമിൽ ഇരിക്കുമ്പോഴും എനിക്കൊന്നറിയാം, ഇത് അന്ന് കേട്ട ദൈവശബ്ദം ഞാൻ മറന്നിട്ടില്ല. ആ ദൈവശബ്ദം ഇന്നും എൻ്റെ ലൈഫിൽ ദൈവത്തിൻ്റെ വിശ്വസ്തത ഞങ്ങൾ അനുഭവിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. രക്തത്താൽ ചെയ്യും. കഴിഞ്ഞ പ്രാവശ്യം സൈമൺ പാസ്റ്റർ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു, ഇനിയും പാസ്റ്റർ ഈ ഫ്ലാറ്റ് മാറാതെ ഞങ്ങൾ ഈ വീട്ടിലോട്ട് ഇനിയും പ്രാർത്ഥിക്കാൻ വരത്തില്ല എന്ന് പറഞ്ഞേച്ചാ പോയത്. കൃപയാൽ പറയാം, ഈ ഏപ്രിൽ മാസം 1-ാം തീയതി ദൈവം അനുവദിച്ചാൽ
കർത്താവ് കൃപ തന്നാൽ സ്തോത്രം, ഞങ്ങൾ കഞ്ഞിക്കുഴിയിലുള്ള ഒരു ഇൻഡിപെൻഡന്റ് വീടിലേക്ക് മാറുക. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞു വന്നത്, അവൻ വിശ്വസ്തനാണ്. ഒന്ന് സന്തോഷത്തോടെ പറഞ്ഞ്, ആത്മാവിലൊന്ന് പറഞ്ഞ്, ഒന്ന് വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞ്, ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് ഒരു നാളും മാറ്റം വരത്തില്ല. ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് ഒരു നാളും ഭംഗം വരത്തില്ല. റോമാലേഖനം എഴുതുമ്പോൾ പൗലോസ് എന്ന അപ്പോസ്തലൻ ഇങ്ങനെ എഴുതി വെച്ചു. എന്താ എഴുതി വെച്ചെന്നറിയാമോ? ചിലർ വിശ്വസിച്ചില്ല എന്ന് വെച്ചിട്ട് ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് മാറ്റം വരത്തില്ല. നമ്മുടെ വിശ്വാസത്തിന് ഒരു ചെറിയ ക്ഷീണം വന്നതുകൊണ്ടോ ഒരല്പ പ്രയാസം വന്നതുകൊണ്ടോ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് മാറ്റം വരുത്തത്തില്ല. ദൈവം വിശ്വസ്തനാണ്. ദൈവം ചെയ്തു തരും, ദൈവം നിന്നെ ആക്കേണ്ടിടത്താക്കും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം അത് ചെയ്യുക തന്നെ ചെയ്യും. ഇന്ന് രാത്രിയിൽ അങ്ങനെ വിശ്വസിക്കുന്നവർക്കായി ഞാൻ എൻ്റെ കർത്താവിന് നന്ദി പറഞ്ഞ് ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ദൈവം വിശ്വസ്തനാണ്. യോശുവ ദൈവത്തോട് സംസാരിച്ചു. എന്താ ഇങ്ങനെ സംസാരിക്കാൻ ഒരു എമർജൻസി ടോക്കിങ്ങിൻ്റെ വിഷയം എന്താ? നമുക്കറിയാം, ഇസ്രായേൽ മക്കൾ യുദ്ധത്തിൽ ഇങ്ങനെ മുന്നേറുക. പക്ഷേ സൂര്യനും ചന്ദ്രനും അതിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുക. ഏതാണ്ട് ഒരു ഇരുൾ മൂടുന്ന സാഹചര്യത്തിലേക്ക് സൂര്യൻ ഇങ്ങനെ താണുന്നു, ചന്ദ്രൻ ഇങ്ങനെ ഉയർന്നു വരുന്നു. ഏതാണ്ട് ഒരു ഇരുൾ മൂടിയ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയപ്പോൾ സ്തോത്രം, യോശുവായ്ക്ക് ഒരു കാര്യം മനസ്സിലായി. ഇരുട്ടിൻ്റെ നടുവിൽ നിന്ന് ഇസ്രായേൽ മക്കൾക്ക് യുദ്ധം ചെയ്ത് ജയിക്കുക അസാധ്യമാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കണം? ഇപ്പോൾ നിൽക്കുന്ന സ്റ്റേജിൽ നിന്ന് യുദ്ധത്തിൽ ജയിക്കണം. അല്പസമയം കൂടെ മുൻപോട്ട് ഈ ചക്രവാളങ്ങൾ ചലിച്ചാൽ, ഈ പ്രപഞ്ച ശക്തികൾ ചലിച്ചാൽ, ഒരുപക്ഷെ ഇരുട്ട് മൂടിയാൽ ഞങ്ങൾ പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ ചിലരുടെ ആരോഗ്യത്തിനെതിരായി, ചിലരുടെ പ്രാണനെതിരായി, ചിലരുടെ കുടുംബ ബന്ധങ്ങൾക്കെതിരായി, ചിലർക്ക് നേരെ ചലിക്കുന്ന ഇരുട്ടിൻ്റെ അസ്തമനങ്ങളോട് ഈ രാത്രിയിൽ യോശുവ തിരിഞ്ഞ് പ്രതികരിച്ച് കൽപ്പിച്ചെങ്കിൽ ദൈവശബ്ദം പ്രാരംഭത്തിൽ കേട്ടു, സാക്ഷ്യത്തിലൂടെ കേട്ടു. നമ്മൾ ദൈവദാസന്മാര് ശുശ്രൂഷയ്ക്ക് അനുഭവിച്ചവരാണ് നമ്മൾ. ഇന്ന് രാത്രി യോശുവ പ്രപഞ്ച ശക്തികളോട്, സൂര്യനോടും ചന്ദ്രനോടും കൽപ്പിച്ചു. സൂര്യ നീ ഗിബയോനിലും, ചന്ദ്ര നീ അയ്യാലോൻ താഴ്വരയിലും നിൽക്ക എന്ന് പറഞ്ഞു. അവിടെ ഒരു വാക്യം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് 10-ാമത്തെ അധ്യായത്തിൽ, യഹോവ ഒരു മനുഷ്യന്റെ വാക്ക് കേട്ട് അനുസരിച്ച ആ ദിവസം പോലെ മറ്റൊരു ദിവസവും ഉണ്ടായിരുന്നിട്ടില്ല. ഇന്ന് രാത്രിയിൽ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിശ്വസിക്കുകയാണ്. യഹോവ ഒരു മനുഷ്യൻ്റെ വാക്ക് കേട്ടനുസരിച്ച ആ ദിവസം പോലെ അതിന് മുൻപോ അതിന് പിൻപോ മറ്റൊരു ദിവസം ഉണ്ടായിട്ടില്ല. അത് പഴയ നിയമത്തിലെ കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ചില ഇരുളിൻ്റെ സ്വാധീനങ്ങളെ നിന്റെ വായി കൊണ്ട് നിനക്ക് പിടിച്ച് നിർത്താം. ദൈവത്തിന് സ്തോത്രം. നിന്റെ ആയുസ്സിന് നേരെ വരുന്ന, നിന്റെ സാമ്പത്തിക നന്മകൾക്ക് നേരെ ചലിക്കുന്ന ചില ഇരുളിൻ്റെ ചലനങ്ങളെ ഈ കൂടാരത്തിലെ രാത്രി മീറ്റിങ്ങിൽ വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം, ഈ രാത്രി നമ്മുടെ നാവിൻ്റെ മേൽ ദൈവാത്മാവ് പകർന്ന അധികാരത്തിൻ്റെ നിയോഗത്തിൽ നമ്മളൊന്ന് പറയാൻ പോകുകയാണ്. നമ്മൾ ചിലതിനെ ശാസിക്കാൻ പോകുകയാണ്. അടുത്ത പ്രഭാതത്തിൽ ഉയർന്നു വരുന്നത് സ്തോത്രം ഒരു ദീനരോധനമല്ല, ഒരു വിലാപ അനുഭവമല്ല, മറിച്ച് ഇന്നലെ പറഞ്ഞതിൻ്റെ വിടുതൽ, ഇന്നലെ പ്രസംഗിച്ചതിൻ്റെ വിടുതൽ, ഇന്നലെ പ്രവചിച്ചതിൻ്റെ അടയാളം, ഇന്നലെ കേട്ട ദൈവശബ്ദത്തിൻ്റെ നിവർത്തീകരണം അടുത്ത പ്രഭാതത്തിൽ നമ്മൾ കാണത്തക്ക വണ്ണം ദൈവമൊരടയാളം നമുക്ക് വേണ്ടി തുറക്കും. പ്രാർത്ഥിച്ചേ. റിമന ഹദർജനാടകസിയാധന റിക്കാനവൗഷസി ദിരൽഖണബസ് അന്തർജാനവൗഡിമിനി ഹംദേ രബസീദിനിയ യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. പ്രിയ ബെന്നിപ്പാസ് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞില്ലേ? ആമേൻ. മന്നായുടെ കാര്യം പറഞ്ഞില്ലേ? സ്തോത്രം. ഇസ്രായേൽ മക്കളുടെ അകത്തൊരു കൊച്ചു ചോദ്യം ഉണ്ടായി, കർത്താവേ, ഞങ്ങൾക്ക് ആര് ഭക്ഷണം തരും? ഞങ്ങളെ ആര് പോറ്റിപ്പുലർത്തും? ദൈവം മോശയോട് ഒറ്റ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, ഞാനാകുന്നവൻ ഞാനാകുന്നു. അയാം ദാറ്റായാം, ഞാനാകും. ആരാകും? നിനക്ക് ആഹാരമാകും, നിനക്ക് അഭയമാകും, നിനക്ക് സങ്കേതമാകും, നിനക്ക് സംരക്ഷണം തരും, നിനക്ക് വസ്ത്രമാകും, നിനക്ക് അവൻ എന്താകണമോ അത് ദൈവമാകും. ദൈവത്തിന് സ്തോത്രം.
ഞങ്ങളുടെ കഴിഞ്ഞ മാസത്തെ ഫാസ്റ്റിംഗ് പ്രയറിൽ ഒരു ദൈവദാസനെ ഞാൻ 3 ദിവസമായിരുന്നു, 3 പേരെ വിളിച്ചു. അതിലൊരു ദൈവദാസൻ ഒരു സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ജനനം മുതൽ ഒരു കണ്ണിന് ബലഹീനതയുണ്ട്. സ്തോത്രം. പക്ഷേ ഇത് ആ സമയങ്ങളിൽ ഹൈസ്കൂളിലെ കാലങ്ങളിലൊന്നും ഇത് മനസ്സിലായില്ല. പക്ഷെ അദ്ദേഹം ഹൈസ്കൂൾ കഴിഞ്ഞു, കോളേജ് വിദ്യാഭ്യാസത്തിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം ഡോക്ടർമാർ വിധി എഴുതി കൊടുത്തു: നിന്റെ വലത്തെ കണ്ണിൻ്റെ കാഴ്ചശക്തി ക്രമേണ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇദ്ദേഹം ജനിച്ചതൊരു പെന്തക്കോസ്ത് വീട്ടിലാണ്, പ്രാർത്ഥിക്കുന്ന ഒരു മാതാവും പിതാവും, അഭിഷേകം ഇദ്ദേഹത്തിൻ്റെ മേലുണ്ട്. പക്ഷേ ഇദ്ദേഹം പറഞ്ഞൊരു ടെസ്റ്റിമണി ഉണ്ട്. അദ്ദേഹം പല ഹോസ്പിറ്റലുകൾ മാറി മാറി പരിശോധന നടത്തി. പക്ഷേ അദ്ദേഹം ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ ഒരു മിറക്കിൾ തൻ്റെ ജീവിതത്തിൽ നടന്നു. ആമേൻ. തൻ്റെ കണ്ണിന് അപ്പോഴും ബലഹീനതയുണ്ട്. പക്ഷേ ആ കണ്ണുകൊണ്ട് ഒന്ന് വായിക്കണമെന്നോ ഒന്ന് എഴുതണമെന്നോ അല്ലെങ്കിൽ തൻ്റെ പഠന സംബന്ധമായ കാര്യങ്ങൾക്ക് ആ കണ്ണുമായി ബന്ധപ്പെട്ടൊരാവശ്യം വരുമ്പോൾ ഇടത്തെ കണ്ണിന് എത്ര കാഴ്ചശക്തിയുണ്ടോ അതുപോലെ തന്നെ തൻ്റെ വലത്തെ കണ്ണിനും കാഴ്ചശക്തി ദൈവം കൊടുക്കും. സ്തോത്രം, സ്തോത്രം. അദ്ദേഹം ഇന്നും പറഞ്ഞു, ഇന്നും ആ ബലഹീനത എൻ്റെ കണ്ണിലുണ്ട്. പക്ഷേ എൻ്റെ കാഴ്ചയ്ക്ക്, എൻ്റെ ആവശ്യത്തിന് എപ്പോൾ അതാകണമോ ആ കാഴ്ചയുടെ ശക്തി അപ്പോൾ ദൈവം എനിക്ക് തരും. സ്തോത്രം. നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയില്ല. സ്തോത്രം. ബലഹീനത അപ്പോഴുമുണ്ട്. പക്ഷേ ആ കണ്ണുകൊണ്ട് തനിക്കൊരു കാര്യം ചെയ്യാൻ ആ സമയത്ത് ദൈവം തനിക്ക് അതിൻ്റെ ആവശ്യത്തിന് അറിഞ്ഞ് ദൈവം തനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യും. ഇന്ന് രാത്രി പറഞ്ഞതിൻ്റെ താല്പര്യം, സ്തോത്രം. നോക്കൂ, ഇസ്രായേൽ മക്കൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട്: ഞങ്ങൾക്ക് ആരപ്പം തരും? ഞങ്ങൾ ആരെ ഞങ്ങളെ പോഷിപ്പിക്കും? ദൈവം പറഞ്ഞു, ഞാനാകുന്നവൻ ഞാനാകുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്കൊരു കാര്യം അറിയാം, അവർ ചോദിച്ചതിൻ്റെ അന്ന് തന്നെ ദൈവം അത്ഭുതം ചെയ്തു. പക്ഷേ അടുത്ത പ്രഭാതമാകുമ്പോൾ അവർ നേരം വെളുത്ത് എഴുന്നേറ്റ് വന്നപ്പോൾ ഒരു കാര്യം സംഭവിച്ചു. സ്തോത്രം. അവരുടെ മുറ്റത്ത് വീണ് കിടന്നിരുന്ന സ്തോത്രം, ആ മഞ്ഞയുടെ, ആ അപ്പത്തിൻ്റെ മുകളിലിരുന്ന മഞ്ഞൊക്കെ ഉദയസൂര്യൻ്റെ ചൂടേറ്റ് പതുക്കെ ഉരുകാൻ തുടങ്ങി. മറഞ്ഞിരുന്ന മഞ്ഞ അവരുടെ മുറ്റത്ത് പ്രഭാതത്തിൽ അവർ വിചാരിക്കുന്നതിനപ്പുറത്ത് ഒരു ദൈവപ്രവൃത്തി കണ്ടെങ്കിൽ ഈ രാത്രി മീറ്റിംഗ് കഴിഞ്ഞ് നാം അടുത്ത പ്രഭാതത്തിൽ എഴുന്നേറ്റ് വരുമ്പോൾ ചില വിടുതലുകൾ, ചില അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. അത് കാണും, അതെൻ്റെ കണ്ണാലെ കാണും. ഞാൻ വിചാരിച്ചതിനേക്കാൾ, ഞാൻ നനച്ചതിനേക്കാൾ, ഞാൻ ചിന്തിച്ചതിനേക്കാൾ, ഞാൻ എഴുതി വെച്ചതിനേക്കാൾ അപ്പുറത്തായി ചില ദൈവപ്രവൃത്തികൾ എൻ്റെ കണ്ണുകൊണ്ട് കാണുമെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ഈ രാത്രി കർത്താവിന് സ്തോത്രം ചെയ്യട്ടെ. ശമന അടഗജഘടകസ്യ റിബാനവർദ്ധനന്തര റിബൽഖമനിയ സതുനവർദ്ധനാദിയാദി യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി സ്റ്റാൻലി പാസ്റ്ററെ അസാധാരണമായൊരു നിലയിലേക്ക് പരിശുദ്ധാത്മാവ് കയറ്റി വിടുകയാണ്. താങ്കൾക്ക് കയറാൻ കഴിയാത്ത, താങ്കൾ പരിശ്രമിച്ചിട്ടും കയറാൻ കഴിയാത്ത ഒരാത്മതലം അങ്ങയുടെ മുൻപിൽ പരിശുദ്ധാത്മാവ് തുറന്നു തരും എന്ന് ദൈവാത്മാവ് ഇടപെടുന്നു. ശിംശോന്റെ കൈവേൽ ഒന്നുമില്ലാതിരുന്നു, പക്ഷേ തൻ്റെ കണ്ണിൽ ഒരു കഴുതയുടെ പച്ച താടിയല് കണ്ടു. ആ കഴുത താടിയല് കൊണ്ട് കുന്നൊന്ന്, കുന്ന് 2, കുന്ന് 3 എന്ന് കൂട്ടത്തക്ക ക്രമത്തിൽ തൻ്റെ കൈകളിൽ ആ പച്ച താടിയല് എടുക്കത്തക്ക വിധത്തിൽ താൻ ചിലത് കണ്ടെങ്കിൽ ഈ മാസം കഴിയുമ്പോൾ എന്തൊക്കെയോ ചില അറേഞ്ച്മെന്റ്സുകൾ, പരിശുദ്ധാത്മാവിനോട് എങ്ങനെ പറയുന്നു, ചില അറേഞ്ച്മെന്റ്സുകൾ, ചില നീക്കുപോക്കുകൾ താങ്കളുടെ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് രക്തത്താൽ ജയം ഇപ്പോൾ പാർക്കുന്ന സ്ഥലത്തു നിന്നും ഒരു 3.5 കിലോമീറ്റർ അപ്പുറത്തു നിന്നും എന്തൊക്കെയോ കാര്യങ്ങൾ, ചെറിയ ചെറിയ ഉറവകൾ പൊട്ടി വരുന്നത് പോലെ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ഇപ്പോൾ താങ്കൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നും ഒരു 3.5 കിലോമീറ്റർ മാറി ചെറിയ ചെറിയ ഉറവകൾ പൊട്ടി ഒരു വലിയ നദി പോലെ, ഒരു പുഴ പോലെ ഒഴുകുന്നത് പോലെ നന്മയുടെ ചില ഉറവകളെ പരിശുദ്ധാത്മാവ് തുറക്കുന്നു എന്ന് രാത്രിയിൽ ആത്മാവ് ഇടപെടുകയാണ്. സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രിയിലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് ചോദ്യങ്ങളുള്ളവരാണ്. നാം ഉൾപ്പെടെ സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്നും ഒരുപാട് വിഷയങ്ങളുണ്ട്. നമ്മൾ സാധാരണ പ്രസംഗിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 16:25 ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കോട്ട് ചെയ്ത് പറയാറുണ്ട്.
അവിടെ പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു. അവർ ദൈവത്തെ പാടി സ്തുതിച്ചു. ചങ്ങലയൊക്കെ അഴിഞ്ഞു, ആമമൊക്കെ പൊളിഞ്ഞു, അടിസ്ഥാനങ്ങളൊക്കെ ഇളകി. പ്രൈസ്. പക്ഷേ അന്ന് ആ പ്രാർത്ഥനയും പാട്ടും കഴിഞ്ഞപ്പോൾ ചങ്ങല പൊട്ടിയെന്നും കൊണ്ട് എന്നും പൗലോസിന് ചങ്ങല പൊട്ടിയിട്ടില്ല. നമ്മളപ്പോൾ നമ്മൾ എഫേസ്യ ലേഖനം 6-ാം അധ്യായം പരിശോധിക്കുമ്പോൾ അവിടെ പൗലോസ് ലാസ്റ്റ് പറയുന്നുണ്ട്, ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിച്ച് നിൽക്കുന്ന ദൈവത്തിന് സ്തോത്രം. ഞാൻ ചങ്ങല ധരിച്ചു എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം അടയാളങ്ങൾ നടന്നു, അത്ഭുതങ്ങൾ നടന്നു, ദൈവപ്രവൃത്തികൾ നടന്നു. എന്നും ചെയ്യാൻ ദൈവം വിശ്വസ്തന. ആമേൻ. ഇവിടെ സൈമൺ ബാസ് പറഞ്ഞ പോലെ, ആമേൻ, എനിക്കതൊരിത്തിരി ചിന്തയായിട്ട് തോന്നി. സ്തോത്രം. ഞാൻ വിചാരിച്ചാലും അവനെ അനുഗ്രഹിക്കാൻ പറ്റത്തില്ല. കാരണം ചില സമയമാകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഉറങ്ങിപ്പോവും, ഇല്ലെങ്കിൽ ആബ്സെൻ്റ് ആയിപ്പോവും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന താല്പര്യം, അമ്മ, ചിലപ്പോഴൊക്കെ ചില ചങ്ങലകൾ, ചിലപ്പോഴൊക്കെ ചില ദോഷകരമായ അനുഭവങ്ങളിലൂടെയൊക്കെ ഞാൻ നിങ്ങൾ പോകേണ്ടി വരും. അതേ പൗലോസ് തന്നെ പറഞ്ഞു, അമ്മ ചെമ്പ് പണിക്കാരനായ അലക്സാണ്ടർ എനിക്ക് ഒരുപാട് ദോഷം ചെയ്തു, നീയും അവനെ സൂക്ഷിക്കണം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ചോദിക്കുക, സരിപ്പാസ്, മറ്റൊരു വാക്യമില്ലേ, ഒരു ദോഷവും നിനക്ക് വരത്തില്ല. സ്തോത്രം. ദോഷം വരത്തില്ല, പക്ഷേ അത് തിന്മയ്ക്കായി വരുന്നതാ. പക്ഷേ അതെല്ലാം ദൈവം നന്മയ്ക്കാക്കി മാറ്റും. ആമേ. റീന ഫിലിപ്പ് ഡോക്ടറെ, എല്ലാം നന്മയ്ക്കാക്കി മാറ്റും. ഇന്ന് രാത്രി വിശ്വസിച്ച്, എന്തൊക്കെ തിന്മകൾ, എന്തൊക്കെ ദോഷങ്ങൾ നമുക്ക് വിരോധമായി പിശാചും മനുഷ്യരും ചേർന്ന്, പിശാചും മനുഷ്യരും ചേർന്ന് സൃഷ്ടിച്ചുകൊണ്ട് വരുന്നു, അതെല്ലാം നന്മയായി മാറും, അതെല്ലാം അനുഗ്രഹമായി മാറും. ഇന്ന് രാത്രി ഒന്ന് സ്തോത്രം ചെയ്ത് എല്ലാം നന്മയായിട്ട് ദൈവം മാറ്റും. രക്തത്താൽ ജയം. സ്തോത്രം. എല്ലാം നന്മയാക്കി ദൈവം മാറ്റും. നമുക്കറിയാം, ഈ ജോസഫ് സഹോദരന്മാർക്ക് വേണ്ടി ഒരു നേരത്തെ ആഹാരവുമായിട്ടാണ് ഈ താഴ്വരയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. സ്തോത്രം, സ്തോത്രം. ഒരു നേരത്തെ ആഹാരം. അപ്പൻ പറഞ്ഞ് ഇത്രയേ ഉള്ളൂ, നീ ഇത് കൊണ്ടുപോയി കൊടുത്തിട്ട് ആടുകൾ ക്ഷേമം അന്വേഷിക്കണം, സഹോദരന്മാർ ക്ഷേമം അന്വേഷിക്കണം, പോയേച്ച് തിരിച്ചു വരണം. പക്ഷേ സന്തോഷ് ഡേവിഡ് പാസേ, ഈ ജോസഫ് ഒരു നേരത്തെ ആഹാരവുമായിട്ടാണ് ഈ താഴ്വരയിലേക്ക് ഇറങ്ങിച്ചെന്നത്. പക്ഷെ അവനെ കണ്ടപ്പോഴേ കൊല്ലാനാണ് അവർക്ക് തോന്നിയത്. പക്ഷെ ഞാനൊരു ദൂത് പറയാം. സ്തോത്രം. ഒരു നേരത്തെ ആഹാരവുമായി ഈ താഴ്വരയിലേക്ക് ഇറങ്ങിച്ചെന്ന ജോസഫിനെ സഹോദരന്മാർ പകച്ചു, കുഴിയിലിറക്കി, പൊട്ടക്കിണറ്റിലിട്ടു. പിന്നീട് പൊത്തിഫേറിൻ്റെ വീട്ടിലെത്തി, കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. ഒരുപാട് ദോഷങ്ങളിലൂടെ ഒക്കെ പോയെങ്കിലും, സ്തോത്രം, അതേ കൈകൾ കൊണ്ട് കുഴിയിലിടാൻ കാരണമായ സഹോദരന്മാരെ അവൻ പോഷിപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. ആശാ വർഗീസ്, അതേ കൈകൾ കൊണ്ട് രാജ്യങ്ങൾക്ക് ജോസഫ് കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ വിശ്വസിച്ച്, അതേ കൈകൾ കൊണ്ട്, ഏത് കൈകളിൽ സഹോദരവർഗം ദോഷത്തിനായി ചങ്ങലയണിയിച്ചോ, ഏത് കൈകളിൽ പിശാച് ദോഷത്തിനായി ചില ആമങ്ങളിട്ടോ, അതേ കൈകൾ കൊണ്ട് സഹോദരന്മാർക്ക് മാത്രമല്ല, നീ രാജ്യങ്ങൾക്ക്, അമ്മേ സ്തോത്രം, പട്ടണങ്ങൾക്ക്, രാജാക്കന്മാർക്ക്, രാഷ്ട്രങ്ങൾക്ക് കൊടുക്കത്തക്കവണ്ണം ദൈവം ജോസേപ്പിൻ്റെ കയ്യെ സമൃദ്ധി കൊണ്ട് നിറച്ചെങ്കിൽ ഇന്ന് രാത്രി രക്തത്താൽ ജയം. കൂടുതലും സഹോദരിമാർ നമ്മുടെ മീറ്റിങ്ങിലുണ്ടല്ലോ. ഞാനൊരു ദൂത് പറയാം. സ്തോത്രം. ശാപം പിടിച്ച് കിടന്നിരുന്ന ഒരു സ്ഥലത്തു നിന്നും അമ്മാവിയമ്മയുടെ കൈ പിടിച്ച് അമ്മാവിയമ്മയെ കൂടെ ധൈര്യപ്പെടുത്തി, സ്തോത്രം, സ്തോത്രം, നഷ്ടബോധമില്ലാതെ, കുറ്റബോധമില്ലാതെ, നീ പാർക്കുന്നിടത്ത് ഞാൻ പാർക്കും, നിന്റെ ദൈവം എൻ്റെ ദൈവം എന്ന് പറഞ്ഞ് ശാപത്തെ പൊട്ടിച്ച് സ്വയം ആത്മീയ വർധനവ് വരുത്തി മുന്നേറിയ ഒരു രൂത്തിന്റെ മുമ്പിൽ അവൾ ആദ്യം ചെന്നത് വസ്തു വാങ്ങിക്കാനല്ല, കാലാപെറുക്കാൻ. സ്തോത്രം. പക്ഷേ അതേ പെറുക്കിയ കാല അവിടെ സ്വന്തമാക്കി ദൈവം കൊടുത്തു. ഇന്ന് രാത്രി നീ പെറുക്കുന്ന കാല നിനക്ക് സ്വന്തമാക്കി തരാൻ, നിന്റെ അനാഥത്വത്തെ പൊട്ടിക്കാൻ ഇന്ന് രാത്രി കർത്താവ് വിശ്വസ്തന. ഷിനു ഉമ്മൻ സിസ്സേ, പരിശുദ്ധാത്മാവ് വെളിപ്പാട് കാണിക്കുക. നിന്റെ കയ്യിൽ വീഞ്ഞും എണ്ണയും കരുതിക്കോണം. വീഞ്ഞും എണ്ണയും നിന്റെ കയ്യിൽ കരുതി വെച്ചോണം. ചിലരുടെ മുറിവ് കെട്ടാൻ, ചിലരെ താങ്ങിയെടുക്കാൻ, ചിലരെ പോഷിപ്പിക്കാൻ, ചിലരെ ധൈര്യപ്പെടുത്താൻ. എന്നോട് ദൈവാത്മാവ് അങ്ങനെ പ്രവചിക്കുന്നു. അവൻ ചിലരെ നാവ് കൊണ്ട് താങ്ങാൻ, ചിലരെ വാക്കുകൊണ്ട് താങ്ങാൻ, ശിഷ്യന്മാരുടെ നാവ് എന്നതുപോലെ പരിശുദ്ധാത്മാവ് നിന്റെ കയ്യിൽ വീഞ്ഞും എണ്ണയും പകർന്നു വെച്ചിട്ടുണ്ട്. രക്തത്താൽ ജയം. ഇന്ന് രാത്രി ശ്രദ്ധിച്ചേ. സ്തോത്രം. ആമേൻ. നിന്റെ കൊമ്പിൽ തൈലം നിറച്ചാൽ ഓർത്തോണം. എപ്പോഴൊക്കെ ചിലരെ പ്രാർത്ഥിക്കാൻ എഴുന്നേക്കും, ചിലരെ ആത്മാവ് ഉണർത്തും. ചില ശമൂവേലന്മാരോട് കർത്താവ് പറയും, അമ്മേ തൈലക്കൊമ്പിൽ തൈലം നിറച്ചു. എന്തിനാ? കഴിഞ്ഞ രാത്രി മുഴുവൻ ഇരുന്ന് കരഞ്ഞത് ആർക്ക് വേണ്ടിയാ? ആദ്യ അഭിഷേകം ചെയ്തത് പൊളിഞ്ഞുപോയി.
ഫസ്റ്റ് ഓർഡിനേഷൻ പൊളിഞ്ഞു പോയി. സ്തോത്രം. ഒന്നാമത്തെ കൈവപ്പ് പൊളിഞ്ഞു പോയി. പക്ഷേ അന്ന് രാത്രി പുള്ളിക്ക് ഉറക്കം വന്നില്ല. ആർക്കാ? ആമേൻ. വേദപുസ്തകത്തിലെ ശക്തനായ പ്രവാചകന്. സ്തോത്രം, സ്തോത്രം. പ്രവാചക തലത്തിൽ നിൽക്കുന്നവനറിയാം, ചെയ്ത ശുശ്രൂഷ പ്രയോജനപ്പെട്ടില്ലെങ്കിൽ അവൻ്റെ ഹൃദയം മുറിയും, അവൻ്റെ മനസ്സ് തകരും. പക്ഷേ കർത്താവിൻ്റെ ആത്മാവ് പറഞ്ഞു, നിന്റെ തൈലക്കൊമ്പ് നിറച്ചു. ഈ രാത്രിയിൽ നമ്മൾ പലരും ഉറങ്ങുമ്പോൾ നമ്മൾ ഉണർന്നിരിക്കുന്നത് നമ്മുടെ തൈലക്കൊമ്പ് നിറയാൻ വേണ്ടിയാ. ഇന്ന് രാത്രി അഭിഷിക്തന്മാരെ തൈലക്കൊമ്പ് നിറച്ചു. അടുത്ത ദൂത് വരുന്നുണ്ട്. സ്തോത്രം. നിന്റെ കണ്ണുനീരിൻ്റെ ഒരു മറുപടി വെളിപ്പെടുന്ന പ്രഭാതമുണ്ട്. കഴിഞ്ഞ രാത്രി നീ കരഞ്ഞു, കഴിഞ്ഞ രാത്രി നീ പ്രാർത്ഥിച്ചു, കഴിഞ്ഞ രാത്രി നീ ഉപവസിച്ചു, കഴിഞ്ഞ രാത്രി നീ നിലവിളിച്ചു. പക്ഷേ അടുത്ത പ്രഭാതമാകുമ്പോൾ ഒരു നിയോഗമുണ്ട്. സ്തോത്രം. കഴിഞ്ഞ ശുശ്രൂഷയിൽ വന്ന മുറിവുകൾ, വേദനകൾക്കപ്പുറത്ത് ഞാൻ നിന്നെ ബേത്ലഹേമ്യനായ ഇശായിയുടെ കൂടാരത്തിലേക്ക് പറഞ്ഞുവിടാൻ പോകുകയാണ്. എന്തിനാണ്? ആ വീട്ടിൽ ഞാനൊരു രാജാവിനെ കണ്ടിട്ടുണ്ട്. ആ വീട്ടിൽ ഒരു അഭിഷേകത്തിൻ്റെ ആവശ്യകതയുണ്ട്. ആ വീട്ടിൽ ചിലരെ എനിക്ക് വേർതിരിക്കേണ്ടതുണ്ട്. ഇന്ന് രാത്രി ജെയിംസ് പാസ്റ്ററെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, കൊമ്പിൽ തൈലം നിറച്ചോ. സ്തോത്രം. ഇന്നലെ ചെയ്തതല്ല. സ്തോത്രം. ഒരിക്കലും ചെയ്യാത്ത, ഒരിക്കലും പ്രവചിക്കാത്ത ചില ശോധനയുടെ കാലം കഴിയുമ്പോൾ, സ്തോത്രം, സീസൺ മാറുന്നത് പോലെ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, അങ്ങ് ഹൈറേഞ്ചിലൊക്കെ, സ്തോത്രം, ഒരു വർഷത്തിൽ ഒരിക്കൽ മാത്രമേ നീലക്കുറിഞ്ഞു പോക്കാറുള്ളൂ. ഇത് സീസണ്. ഇതുപോലെ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, സീസണെ മാറ്റുന്ന ഒരു സാന്നിധ്യം ഇന്ന് രാത്രി കൂടാരം ഈ മീറ്റിങ്ങിനകത്ത് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പകരുക. ഹല്ലേലൂയ. ഈ രാത്രി സന്തോഷത്തോടൊന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നവരെ പരിശുദ്ധാത്മാവേ, തൈലം കൊമ്പിൽ നിറച്ചു. എന്തിനാ? അറിയില്ല. എന്തിനാ ഈ രാത്രി ഉണർന്നിരിക്കുന്നത് നമുക്കറിയില്ല. ഒരുപക്ഷെ കോട്ടയത്ത് ആരോ കയറുമായി മരത്തെ കയറിയിട്ടുണ്ട്. അത് പൊളിക്കാനായിരിക്കും. അങ്ങ് കുമ്പനാട്ടും പുല്ലാട്ടും അങ്ങ് ചെന്നിത്തലയും അങ്ങ് സ്തോത്രം കോതമംഗലത്തും ഒക്കെ ആരോ വിഷക്കുപ്പിയുമായി വീട്ടിൽ ഇരിപ്പുണ്ട്. നിരാശയുടെ നീർച്ചുഴിയിൽ അകപ്പെട്ട് തകരുവാൻ വേണ്ടി. പക്ഷേ അവിടെ വ്യാപരിക്കുന്ന ദുരാത്മാവിൻ്റെ കളത്തെ പൊളിക്കണമെങ്കിൽ നമ്മുടെ തൈലക്കൊമ്പ് നിറഞ്ഞേ പറ്റൂ. റമന ഹദര ജനകടബസിയാധന. ഒരു മിനിറ്റ് അന്യഭാഷയിൽ നിന്ന് പ്രാർത്ഥിച്ചേ. അതൊരു വെളിപ്പാടായി ഏറ്റെടുത്തേ. സ്തോത്രം. കാരണം ആവർത്തന പുസ്തകത്തിൽ പറയുന്നു, ഒരുത്തൻ അനാഥമായി മരിച്ചു കിടന്നാൽ പുരോഹിതൻ വന്ന് ആദ്യം ചരട് പിടിക്കുന്നത് തൊട്ടടുത്തുള്ള ഇസ്രായേലിയന്റെ കൂടാരത്തിലേക്കാ. ഇന്ന് രാത്രിയിൽ ദേശത്ത് നടക്കുന്ന സാഹസകൃത്യങ്ങൾ, ദേശത്ത് വെളിപ്പെടുന്ന സ്തോത്രം അശുദ്ധയാത്മാക്കൾ, ദേശത്ത് വ്യാപരിക്കുന്ന അകാല മരണങ്ങൾ, റോഡ് ആക്സിഡന്റുകൾ, ഇതിനെ ഈ രാത്രി നമ്മൾ ശാസിക്കും യേശുവിൻ്റെ നാമത്തിൽ. എല്ലാ സൂയിസൈഡിങ് സ്പിരിറ്റുകളും ഇന്ന് രാത്രി ബ്രേക്ക് ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. വീഞ്ഞും എണ്ണയും ഇന്ന് രാത്രി നമ്മുടെ പാത്രത്തിൽ നിറയട്ടെ. അഭിഷേകത്തിൻ്റെ തൈലം നമ്മുടെ പാത്രത്തിൽ നിറയട്ടെ. എന്തിനാ? അറിയത്തില്ല. എന്തിനാ ഈ രാത്രി നമ്മൾ ഇരിക്കുന്നത്? അറിയില്ല. പക്ഷേ പരിശുദ്ധാത്മാവിനറിയാം, നമ്മുടെ അകത്തുള്ള ആത്മാവിനറിയാം. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ അസ്തമിപ്പിക്കുമെന്ന് പറയുന്ന ഇരുളിൻ്റെ നടുവിൽ സ്തോത്രം യോശുവ യഹോവയോട് സംസാരിച്ചു എന്ന് മാത്രമല്ല, സ്തോത്രം, അവൻ തൻ്റെ വിഷയത്തോട് സംസാരിച്ചു. സ്തോത്രം. ആരോട് സംസാരിച്ചു? എസ്തർ സിസ്റ്ററെ ആരോട് സംസാരിച്ചു? ദൈവത്തോട് സംസാരിച്ച യോശുവ അവൻ്റെ വിഷയത്തോട് സംസാരിച്ചു. വിഷയത്തോട് സംസാരിച്ച് നമ്മൾ പോകുന്നവരല്ല. പിന്നെ ദൈവത്തിൽ നിന്നും ആലോചന പ്രാപിച്ച്, കർത്താവിൽ നിന്ന് പ്രാപിച്ച് നിന്റെ വിഷയത്തെ അഡ്രസ് ചെയ്യുമെങ്കിൽ ഞാനൊരു ദൂത് പറയാം. ദൈവത്തിന് സ്തോത്രം. അടുത്ത പ്രഭാതത്തിൽ നിന്നെ അസ്തമിപ്പിക്കുമെന്നും നിന്നെ പരാജയപ്പെടുത്തുമെന്നും നമ്മേൽ ചിലരെ ചെറുതാക്കുമെന്നും ഒക്കെ വാദിക്കുന്ന ഇരുട്ടിൻ്റെ മേൽ അടുത്ത പ്രഭാതമാകുന്നതിന് മുൻപ് നമുക്കൊരു വലിയ ജയം വന്നിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് ദൈവത്തോട് സംസാരിക്കുക. ഇനി പുതിയ നിയമത്തിലേക്ക് നമുക്ക് ഓടി വരാം. 1 കൊരിന്ത്യർ അതിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 1 കൊരിന്ത്യർ 14-ാം അധ്യായം 2-ാമത്തെ വാക്യം. 1 Corinthians chapter 14. വായിക്കുന്ന ഷിനു സിസ്റ്റർ വായിച്ചു. 1 കൊരിന്ത്യർ 14-ാം അധ്യായം 2-ാമത്തെ വാക്യം. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു.
ആരും തിരിച്ചറിയുന്നില്ലല്ലോ, എങ്കിലും അവൻ മതി ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. മതി ചാക്കോ പാസ്റ്റേ, താങ്ക് യു. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല, അവൻ ദൈവത്തോടത്രേ സംസാരിക്കുന്നു. ഇന്ന് രാത്രിയിൽ കർത്താവ് നമ്മിൽ തന്ന ഭാഷയുടെ ആഴം മനസ്സിലായോ? കർത്താവ് നമ്മുടെ നാവിൽ തന്ന സ്വർഗീയ ഭാഷയുടെ ആഴം മനസ്സിലായോ? സ്തോത്രം. നാട്ടുകാർ പറയും ബഹളമാന്ന് പറയും, മമ്മി കൂടെയുള്ളവർ പറയും എന്തോ ഒരു കയ്യടിയും ബഹളവുമാണ്. പക്ഷേ ഇത് സംസാരിക്കുന്ന നമുക്കറിയാം, നമ്മൾ ടെൻഷനകത്തുനിന്ന് പുറത്തു വരിക, നമ്മൾ ഭാരത്തിൽ നിന്ന് വിടുവിക്കപ്പെടുക, നമ്മുടെ ബന്ധനം അഴിഞ്ഞുകൊണ്ടിരിക്കുക. കാരണം നമ്മൾ സംസാരിക്കുന്നത് പാസ്റ്ററോടല്ല, നമ്മൾ സംസാരിക്കുന്ന അടുത്തിരിക്കുന്ന ആളോടല്ല, നമ്മൾ സംസാരിക്കുന്നത് ദൈവത്തോടാണ്. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യനോടല്ല, അവൻ ദൈവത്തോടത്രേ സംസാരിക്കുന്നു. കണ്ടോ? സ്തോത്രം. അങ്ങനെയെങ്കിൽ യോശുവായ്ക്കും മോശയ്ക്കും, സ്തോത്രം, അങ്ങ് അപ്പോസ്തലന്മാർക്ക് മാത്രമല്ല, ദൈവസഭയ്ക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു സ്വർഗീയമായ ഗിഫ്റ്റാണ് എന്ത്? സ്തോത്രം, സ്തോത്രം. എനിക്ക് ദൈവത്തോട് സംസാരിക്കാം, എനിക്ക് ആത്മാവിൽ സംസാരിക്കാം. ആരും തിരിച്ചറിയാത്തൊരു ഭാഷ ദൈവം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ ആമേൻ, ഇതൊരു വിടുതലിൻ്റെ പ്ലാറ്റ്ഫോമോടായിട്ട് മാറട്ടെ. ഈ രാത്രി പ്രാർത്ഥനയ്ക്കകത്ത് പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ചില ഇരുളുകളെ ജയിക്കുന്ന ഒരു ഭാഷ, ആമേൻ, ചില ശക്തികളെ പിടിച്ചു നിർത്തുന്ന ഒരു ഭാഷ ഇന്ന് രാത്രി കർത്താവ് നമ്മുടെ നാവിൻ്റെ മേൽ പകർന്നിട്ടുണ്ട്. സ്തോത്രം, സ്തോത്രം. ഈ രാത്രി അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങൾ ആരെക്കാളും അധികം ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുന്നു. സ്തോത്രം, സ്തോത്രം. എത്ര നേരം നമ്മൾ മനുഷ്യരോട് സംസാരിക്കും, എത്ര നേരം നമ്മൾ തമ്മിൽ സംസാരിക്കും. ഇതിനെല്ലാം ഒരു പരിധിയുണ്ട്, ഇതിനൊക്കെ ഒരു പരിമിതിയുണ്ട്. പക്ഷേ പരിധികളും പരിമിതികളും ഇല്ലാതെ നമുക്ക് കർത്താവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കാം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ കർത്താവിനോട് സംസാരിച്ചിട്ട് മടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. കർത്താവിനോട് സംസാരിച്ചിട്ട് ഇന്ന് വരെ ആരും മടുത്തു പോയിട്ടില്ല, കർത്താവിനോടും സംസാരിച്ചിട്ട് ഇന്ന് വരെ ആരും ക്ഷീണിച്ചു പോയിട്ടില്ല. പക്ഷെ മറുവശം ഞാൻ പറയാം, മനുഷ്യരോട് സംസാരിച്ചിട്ട് പലരും ക്ഷീണിച്ചിട്ടുണ്ട്. മനുഷ്യരോട് സംസാരിച്ചിട്ട് ഇനിയും ഈ മനുഷ്യനോട് ഈ ആയുസ്സിൽ സംസാരിക്കരുതേ എന്ന് ചിന്തിച്ചു പോയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ദിവസം നമ്മുടെ എറണാകുളത്ത് ഓൾ ഇന്ത്യ പാസ്റ്റേഴ്സ് മീറ്റിംഗ് നടന്നു. ഓൾ ഇന്ത്യ പാസ്റ്റേഴ്സ് മീറ്റിംഗ്. അവിടെ ഗസ്റ്റായിട്ട് വന്നത് ആന്ധ്രയിലെ സതീഷ് കുമാറാണ്. അദ്ദേഹത്തിൻ്റെ ചർച്ചിൽ 4 ലക്ഷത്തിലധികം ആളുകൾ കർത്താവിനെ ആരാധിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. സ്തോത്രം. എന്നോട് കർത്താവ് പറഞ്ഞു ഒരു ടെമ്പിൾ പണിയാൻ, ഒരാലയം പണിയാൻ. അങ്ങനെ വിശ്വാസത്താൽ കല്ലിട്ടു. സ്തോത്രം. 4 ലക്ഷം ആളുകൾക്കുള്ള ഒരു ആലയം കർത്താവ് തന്നു. സ്തോത്രം. പക്ഷേ നിങ്ങളോർക്കും ഇത്രയും വലിയൊരു സഭയുടെ പാസ്സായതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന്. അദ്ദേഹം പറഞ്ഞു, നിലവിൽ എനിക്കെതിരെ അവിടുത്തെ ഹൈക്കോടതിയിൽ 63 കേസുകളുണ്ട്. സ്തോത്രം. അതിൽ കൂടുതലും അടുത്തുള്ള സഭകളിലെ പാസ്റ്റർമാരാണ് എനിക്കെതിരെ കേസ് കൊടുത്തത്. സ്തോത്രം. ഇതുകൂടെ കേട്ടപ്പം എനിക്ക് തോന്നി, സ്തോത്രം, എൻ്റെ മനസ്സിൽ പല കാര്യങ്ങൾ വന്നു. അദ്ദേഹം പറഞ്ഞ കാര്യമല്ല, ലൈവായിട്ട് യൂട്യൂബിൽ കിടപ്പുണ്ട്. ഇതിൽ കൂടുതലും അവിടുത്തെ പാസ്റ്റർമാരാണ് എനിക്കെതിരെ കേസ് കൊടുത്തത്. സ്തോത്രം. അതിനർത്ഥം എന്താ? നിന്റെ വളർച്ചയിൽ കണ്ണുകടിയുള്ള പലരുമുണ്ട്. നിന്റെ വളർച്ചയിൽ ഉപദേശിമാരാന്ന് പറയുന്ന നിൽക്കുന്നവർക്ക് പോലും പലപ്പോഴും അസൂയകളുണ്ട്. സ്തോത്രം. ഒന്നുകൂടെ പറഞ്ഞാൽ, കർത്താവ് നിന്റെ നാവെ തന്നിട്ടുള്ള ഭാഷയിൽ പലരും കണ്ണ് കടിക്കണം, പലരും അസൂയപ്പെടണം. കാരണം നീ സംസാരിക്കുന്നത് ഇവിടുത്തെ ഒരു മനുഷ്യനോടല്ല, നീ സംസാരിക്കുന്നത് ഇവിടുത്തെ ഒരു ഉപദേശിയോടല്ല, നീ സംസാരിക്കുന്നത് ദൈവത്തോടാണ്. സ്തോത്രം. ഇവിടെ ദൈവദാസൻ വായിച്ച് കേൾപ്പിച്ചില്ലേ, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല, അവൻ ദൈവത്തോടത്രേ സംസാരിക്കുന്നത്. നമുക്കൊരല്പസമയം അന്യഭാഷയിൽ ഈ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഒത്തിരി സമയം ദൈവദാസൻ അനുവദിച്ച് തന്നിട്ടുണ്ട്. അല്പസമയം അന്യഭാഷയിൽ മാത്രം ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് സംസാരിക്കാം ദൈവസന്നിധിയിൽ. നിങ്ങൾക്ക് ഞാനൊന്ന് പെർമിഷൻ തരികയാ. ദൈവസ്ഥനും സംസാരിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ലഭിച്ച ഭാഷ എന്തോ അത് ലജ്ജ കൂടാതെ ദൈവസന്നിധിയിൽ അല്പ മിനിറ്റുകളൊന്ന് ആത്മാവിൽ ആരാധിച്ച് റിഗന ഹതുരവൽഗന റിബൽ ഖമാനിയ
സാധൂലകം ശനി അർദ്ധേലകസി ധീരൽ ഘടകസ് അർദ്ധ ചുടാലവ ശംധൂരവഞ്ചുനിയാതന യേശുവിൻ നാമത്തിൽ റികന അടക രഗതഗജ ഘടക സതുനവർദ്ധനി റിബൽ കമാനിയ സധൂനകം ശനി യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ചിലതിനെ അസ്തമിപ്പിക്കുമെന്ന് പറയുന്ന ചില ഇരുളുകളുടെ കരങ്ങൾ, ചില ദോഷത്തിനായി ചലിക്കുന്നതിൻ്റെ സഞ്ചാരങ്ങൾ ആത്മാവിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച് ബ്രേക്ക് ചെയ്യുമ്പോൾ ദേശത്തിൻ്റെ സ്വാധീനങ്ങൾ, ഇരുളിൻ്റെ സ്വാധീനങ്ങൾ, ആയുസ്സിനെതിരെ, പ്രാണനെതിരെ, ആരോഗ്യത്തിനെതിരെ, ശുശ്രൂഷയ്ക്കെതിരെ, ചർച്ചിനെതിരെ, നീ പ്രാപിച്ച അഭിഷേകത്തിനെതിരെ ചലിക്കുന്ന ചില ചലനങ്ങളെ ആത്മാവിൽ പിടിച്ചു നിർത്തുന്ന ഒരു സ്വർഗീയ ഭാഷ, ചിലരുടെ നാവിൻ്റെ മേലൊരു പുതിയ ഭാഷ വരുന്നു. റികനഗജഘടകസ് അർദ്ധൽഖനാദക ശംധൂരബന്ധുരിയ സതുനി റമേനബത്തുനിയ സാധാലഗാജബസിയാധന യേശുവിൻ്റെ നാമത്തിൽ ഈ രാത്രിയിൽ ദൈവാത്മാവിൽ പ്രതികരിച്ച്, ആത്മാവിൽ നമ്മൾ ആത്മാവാണ്, നമ്മൾ ആത്മാവിനോട് പ്രതികരിക്കണം. സ്തോത്രം സ്തോത്രം. ദൈവദാസ് ബെന്നിപ്പാസ് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ആത്മാവിൽ ദൈവത്തോട് പ്രതികരിക്കണം. സ്തോത്രം. പ്രതികരിക്കുമ്പോഴാണ് തിരിച്ചിങ്ങോട്ട് പ്രതികരിക്കുന്നത്. അന്യഭാഷയിൽ സംസാരിച്ച് റിഗനി റഗച്ചനാസിയ ധര അമേൻ സ്തോത്രം. പ്രാരംഭ സെഷനിൽ ഒരു പ്രവാചകന്റെ സെഷൻ നമ്മൾ കേട്ടു, നമ്മൾ പ്രവചന ദൂത് പ്രാപിച്ചു. ഇനി നമ്മൾ സ്വയം പ്രവചിക്കാൻ പോകുകയാണ്, സ്വയം നമ്മൾ ദൂത് പറയാൻ പോകുകയാണ്. അവരവരോട് പ്രവചിക്കും, അവരവരുടെ ബൗണ്ടറിയെ പൊളിക്കും, അവരവരുടെ വിഷയത്തെ പൊട്ടിക്കും. യോശുവായിക്ക് ആരും സപ്പോർട്ടില്ല. യോശുവായിക്ക് നാവിലൊരു ഭാഷ ദൈവം കൊടുത്തിട്ടുണ്ട്. ദൈവത്തോട് സംസാരിക്കാനൊരു കൃപ, ഒരു പുത്രത്വം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഭാഷ ദൈവത്തോട് സംസാരിക്കുന്ന ഭാഷ. ആത്മാക്കളായ നമ്മൾ ആത്മാവിനോട് പ്രതികരിക്കുന്ന സമയമാണിത്. ഈ സമയം ചിലത് നിശ്ചലമായിരിക്കും. ഈ സമയം ചില രോഗശക്തികൾ അഴിഞ്ഞിരിക്കും. ഈ സമയം ചില ദോഷത്തിനായി ചലിക്കുന്ന ചലനങ്ങൾ നിന്റെ മണ്ണിൽ നിന്ന് അഴിഞ്ഞു പോകും. നിന്റെ കൂടാരത്തിനകത്ത് ചലിക്കുന്ന ചില ചലനങ്ങൾ അഴിഞ്ഞു പോകും. റിഗന ഹദർഗനാസിയ അർദ്ധജേ ലഗക്ഷന ഘടബത്തുര സംഭവേ റിഗന ഭജപടബലഭ ശംധുനി. ചിലരുടെ പ്രാണനെതിരെ ചലിക്കുന്ന ചലനങ്ങൾ, ചിലരുടെ ജീവനെതിരെ ചലിക്കുന്ന ചലനങ്ങൾ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ബ്രേക്ക് ചെയ്യും. അന്യഭാഷയിൽ സംസാരിച്ച് അവരവരോട് സംസാരിച്ച് റിഗനഗതരജഗസ്യ അർഗജാലഘടക സതുനവർദ്ധനം വേദികൾക്കനം ധൂമക്കമാനിയ സൂധാര റിഖനവ ശന്ധൂരി റഗേ നഗംധുരി വൈഡൽ ഖമനജടകസ്യാതന. എല്ലാ പ്രതിബന്ധങ്ങളുടെ മീതെയും ഇന്ന് രാത്രി ജനമാത്മാവിൽ എഴുന്നേറ്റു വരട്ടെ. സ്തോത്രം 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 സ്തോത്രം. തൊഴുത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ഒരു പശുക്കിടാവിനെ പോലെ ആമേൻ ആത്മശക്തി ധരിച്ച് പുഷ്ടിയുള്ളൊരു അഭിഷേകത്തോടെ ഈ രാത്രിയിൽ യേശുവിൻ്റെ നാമത്തിൽ രക്തത്താൽ ജയം. കർത്താവിൻ്റെ ആത്മാവിനോട് പറയുന്ന ഒരു ആശയം പറയാം, ഒരു ദൂത് പറയാം. ഏലിയാവ് ഒരിക്കൽ ദൈവത്തോട് പറഞ്ഞ്, കർത്താവേ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, വേറെ ആരും എൻ്റെ കൂടെ ഇല്ല. പക്ഷേ അപ്പോഴും ദൈവം സ്തോത്രം ഒളിപ്പിച്ച് ഒരു 100 പേരുണ്ട്. സ്തോത്രം. ഈ ഗുഹയ്ക്കകത്ത് 2 ഗുഹകളിലായി 50 പേരായി പ്രവാചക ശുശ്രൂഷ ചെയ്യേണ്ടവർ, ഏലിയാവിൻ്റെ ഇടത്തും വലത്തും ചേർന്ന് നിൽക്കേണ്ടവർ, കൈ താങ്ങേണ്ടവർ. സ്തോത്രം. 2 ഗുഹകളിലായി 100 പ്രവാചക ശുശ്രൂഷ ചെയ്യുന്നവർ ആഹാരം കഴിച്ചും വെള്ളം കുടിച്ചും മാന്യമായി ഗുഹയ്ക്കകത്ത് താമസിക്കുന്നുണ്ട്. അവരോട് ചോദിച്ചേ, നിങ്ങളും പ്രവാചകന്മാരല്ലേ? പക്ഷേ അവർക്ക് ഒരു കാര്യം പറയാനുണ്ട്, ഞങ്ങൾ ഈ 2 ഗുഹയ്ക്കകത്തങ്ങ് ഒതുങ്ങിപ്പോയി. ഇന്ന് രാത്രിയിൽ സ്തോത്രം ശുശ്രൂഷകന്മാരെ ഒതുക്കുന്ന ചില ഗുഹകൾ, ശുശ്രൂഷകളെ ഒതുക്കുന്ന ചില ഗുഹകൾ. ഈ രാത്രിയത്തിൻ്റെ രോഗമാണോ നിന്നെ ഒതുക്കിയത്? നിന്റെ ദേശത്തിൻ്റെ സ്വാധീനമാണോ നിന്നെ ഒതുക്കിയത്? വെളിപ്പെട്ടു വരേണ്ട ശുശ്രൂഷകളെ തുറക്കാൻ കഴിയാതെ രക്തത്താൽ ജയം. ഇസബേല് നിമിത്തം ഒതുങ്ങിപ്പോയ, ദേശശക്തി നിമിത്തം ഒതുങ്ങിപ്പോയ, ഭയത്തിന് കീഴ്പ്പെട്ടു പോയ, ഭയം കൊണ്ട് ഒതുങ്ങിപ്പോയ ചില ആത്മതലങ്ങൾ ഈ രാത്രിയിൽ ആത്മാവിൽ തുറക്കുക. ഭയം നിമിത്തം ഒതുങ്ങിപ്പോയ അകത്ത് അറിയാം, ദർശനമുണ്ട്, പ്രവചനമുണ്ട്, ആലോചന നാവേലുണ്ട്. എഴുന്നേറ്റ് നിന്നാൽ കർത്താവ് ചില ആലോചനകൾ കൈമാറും, പക്ഷേ പുറത്തു വരുന്നില്ല. ദൈവദാസനെ ആത്മാവിൽ പ്രാർത്ഥിച്ചേ, ഇന്ന് രാത്രി തലങ്ങൾ മാറട്ടെ, ആത്മതലങ്ങൾ തിരിയട്ടെ. ജുഡമന ഹദുരിയ പ്രവചിച്ച പ്രവചന ശബ്ദങ്ങൾ സ്തോത്രം മണ്ണിൽ വീണ് കിടപ്പുണ്ട്. പക്ഷേ
പക്ഷെ അത് കിളിർക്കാൻ ചില ശക്തികൾ അനുവദിക്കത്തില്ല. ഈ രാത്രി ചിലതിൻ്റെ മുളകൾ പൊട്ടി പുറത്തു വരട്ടെ. സ്തോത്രം, സ്തോത്രം. ഈ രാത്രി 100 പ്രവാചകന്മാരെ ഗുഹയ്ക്കകത്തിട്ട് ഒതുക്കിയതുപോലെ ഈ രാത്രി ആത്മാവ് പറയുന്നു, നീ പുറത്തു വരുന്ന രാത്രിയാണ്. നാൻസി സിസ്റ്ററെ, സൈമൺ ബാസു ദൂത് പറഞ്ഞത് കേട്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. ഒഴുകിപ്പോകുന്നത് പോലെ പല നന്മകളും പ്രാപിക്കാൻ കഴിയാത്ത വിധത്തിൽ ചലിക്കുന്ന ചില ഒഴുക്കുകളെ ഈ രാത്രി പെട്ടകം ചുമന്ന പുരോഹിതന്മാർ പിടിച്ചു നിർത്തിയതുപോലെ ആത്മാവിൽ പ്രാർത്ഥിച്ച്, സ്തോത്രം, നാൻസി കോശി സിസ്റ്ററെ, ആത്മാവിൽ പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ പലതിനെയും ഒഴുക്കിക്കളയുന്ന, പലതിനെയും കയ്യിൽ വരാതെ വണ്ണം ചിലതിനെ ഒഴുക്കിക്കൊണ്ടുപോകുന്ന ചില യോർദാന്റെ ഒഴുക്കുന്നുകൾ നിൽക്കണമെങ്കിൽ പെട്ടകം ചുമന്ന പുരോഹിതന്മാർ അതിൽ ചവിട്ടിയ മതിയാകും. രക്തത്താൽ ജയം. ഇന്ന് രാത്രി കൈകളിൽ മാത്രമല്ല, നാവിൽ മാത്രമല്ല, ആമേ, ചിലരുടെ കാലുകളിൽ ദൈവം അധികാരം പകരുക. കാലുകളിൽ കർത്താവ് ഇന്ന് രാത്രി അധികാരം പകരുക. നീ ചവിട്ടിയാൽ ആ ദേശത്തെ ചില ഒഴുക്കുകൾ നിൽക്കും. നീ ചവിട്ടിയാൽ ആ മണ്ണിൻ്റെ കെട്ട് പൊട്ടും. നീ കാലിൽ ചവിട്ടിയാൽ ആ കൂടാരത്തിലെ അസമാധാനങ്ങൾ വിട്ടുപോകും. നീ ആ ഓഫീസിനകത്ത് വിശ്വസിച്ചുകൊണ്ട് കാലിൽ ചവിട്ടിയാൽ ആ ഓഫീസിൽ നിൽക്കുന്ന ചില പരാജയങ്ങൾ മാറും. നീ ആ ദേശത്ത് കാലി ചവിട്ടുമ്പോൾ ആ ദേശത്ത് ഒഴുകുന്ന വെള്ളം ചീത്തയും ഗർഭനാശകവുമാ. സന്തോഷ് ഡേവിഡ് പാസ്റ്റർ ദൂത് പരിശുദ്ധാത്മ പറയുന്നു, ആ ദേശത്തിൻ്റെ ഒഴുക്കിനെ ആത്മാവിൽ ചവിട്ടി ജയിക്കുന്ന ഒരധികാരം താങ്കളുടെ കാലുകളിൽ ഈ രാത്രി പരിശുദ്ധാത്മാവ് കൈമാറുക. രക്തത്താൽ ജയം. ജുഡിയ, ലഗതമൻ, ഹത്തുനി, റഗസ്കനാദിയ, സന്തൽ, ജേനി, എല്ലാ കയ്പുകളുടെ അനുഭവങ്ങളും ഈ പ്ലാറ്റ്ഫോമിൽ നിന്നും ദൈവജനത്തിൽ നിന്നും യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. റിഗനി, ഹസിയ, അർഗജേ, നഗംധുരിയ, ലിഗാജഘടകസിയ, ഈ രാത്രിയിൽ യോശുവയുടെ മേൽ വ്യാപരിച്ച ദൈവശക്തി സൂര്യനെയും ചന്ദ്രനെയും പിടിച്ചു നിർത്തിയെങ്കിൽ പുതിയ നിയമസഭ പറയുന്നു, ഞാൻ ഈ രാത്രി സംസാരിക്കുന്നത് മനുഷ്യനോടല്ല, എൻ്റെ ദൈവത്തോടാണ്. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം. ദൈവത്തോട് സംസാരിച്ചതിന് ശേഷം ഇന്ന് നീ ഫേസ് ചെയ്യുന്ന വിഷയത്തെ അഡ്രസ് ചെയ്ത് പറ. ദൈവത്തിന് സ്തോത്രം. പറ. ആ കാട്ടത്തി വേരോടെ പറയണം. രക്തത്താൽ ജയം. നീ അനുഭവിക്കുന്ന ശ്വാസം മുട്ടൽ ഇന്ന് രാത്രി വേരോടെ പറയണം. നിന്നെ വിമ്മിഷ്ടപ്പെടുത്തുന്ന ആ ആസ്മയുടെ സ്പിരിറ്റ് ഇന്ന് രാത്രി വേരോടെ പറയണം. നിന്റെ അമ്മയ്ക്കില്ലാത്ത, നിന്റെ പിതാവിനില്ലാത്ത, നിന്റെ കൂടപ്പിറപ്പുകൾക്ക് ആർക്കും നിന്റെ വീട്ടിലില്ലാത്ത ചില അസാധാരണ രോഗങ്ങളാൽ നിന്നെ അസ്വസ്ഥപ്പെടുത്തുമ്പോൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറ, ആ കാട്ടത്തി ഇനിയും എൻ്റെ മണ്ണിൽ നിൽക്കാൻ പാടില്ല. യേശുവിൻ്റെ നാമത്തിൽ ആ കാട്ടത്തി എൻ്റെ മണ്ണിലെ ഊർജം വലിച്ചെടുക്കാൻ പാടില്ല. ആ കാട്ടത്തി എൻ്റെ മണ്ണിൽ ഇനിയും തളരാൻ പാടില്ല. ആ കാട്ടത്തി ഇനിയും നിന്റെ രക്തത്തെ കുടിക്കാൻ പാടില്ല. ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ കർത്താവ് വെളിപ്പാട് പറയുന്നു, ബ്ലഡ് സംബന്ധിച്ച ചില അസ്വസ്ഥതകൾ നിമിത്തം ശാരീരികമായി ബലഹീനത അനുഭവിക്കുന്ന, നിന്റെ രക്തം കുടിക്കാൻ ദാഹിക്കുന്ന ചില ഇരുട്ടിൻ്റെ ശക്തികൾ ഇന്ന് രാത്രി ശരീരം വിട്ടുപോകുന്ന കാഴ്ച പരിശുദ്ധാത്മാവിനെ കാണിക്കും. യേശുവിൻ്റെ നാമത്തിൽ പ്രാപിച്ചേ ഇന്ന് രാത്രി പ്രാപിച്ചേ ഇറങ്ങാവൂ. റുഖാനസി, റിബൽ ഖമാനിയ, അന്തർ ജനഘടകതര ജഗസിയ, അർദൽ ജനാദിവ, റിവാസധുനി, റഗേ ജഗന്ധുനി, വേദികൾ കനസിയാധന. യേശുവിൻ്റെ നാമത്തിൽ ചില കാര്യങ്ങൾ തീരാതെ, ചില കാര്യങ്ങളുടെ പൂർത്തീകരണങ്ങൾ വരുത്താതെ, ചില കാര്യങ്ങൾ വീണ്ടും വീണ്ടും അതിന് കണ്ടിന്യൂറ്റി ഇട്ട് അതിന് പരിഹാരങ്ങൾ വെളിപ്പെടുത്താതെ മറഞ്ഞു നിൽക്കുന്ന ചിലത് ഇന്ന് രാത്രിയിൽ വെളിപ്പെട്ടു വരും. ദൈവത്തിന് സ്തോത്രം. വെളിപ്പെട്ടു വരും. യെശയ്യാ പ്രവചനത്തിൽ ഇങ്ങനെ വാക്യമുണ്ട്, യഹോവ ദുഷ്ടന്മാരുടെ വടിയും വാഴുന്നവന്റെ ചെങ്കോലും ഒടിച്ച് കളയും. ദൈവത്തിന് സ്തോത്രം. യഹോവ ദുഷ്ടന്മാരുടെ വടിയും വാഴുന്നവന്റെ ചെങ്കോലും ഒടിച്ച് കളയും. ദൈവത്തിന് സ്തോത്രം. തൊട്ട് താഴെ മറ്റൊരു വാക്യം കിടപ്പുണ്ട്. അതിങ്ങനെയാണ്, ഭൂതലത്തെ മരുഭൂമിയാക്കുകയും തൻ്റെ സ്തോത്രം വിശുദ്ധന്മാരെ വീട്ടിലേക്ക് അഴിച്ചു വിടാതിരിക്കുകയും ചെയ്തവൻ ഇവനല്ലയോ? സ്തോത്രം. ഇവനല്ലയോ? ഇതുവരെ മറഞ്ഞു നിന്നതൊന്ന്. സ്തോത്രം. നിന്റെ ഭൂമിയെ മരുഭൂമിയാക്കി, നിന്റെ ബദ്ധന്മാരെ വീട്ടിലേക്ക് അഴിച്ചുവിടാതെ, ഇതിൻ്റെ പുറകിൽ, ഈ കർട്ടൻ്റെ പുറകിൽ, ഈ വിഷയത്തിൻ്റെ പുറകിൽ, ഈ സാഹചര്യത്തിൻ്റെ പുറകിൽ, ഈ തകർച്ചയുടെ പുറകിൽ നിന്ന് കളം വാണ ചിലത് ഇന്ന് രാത്രിയിൽ ഒടിയും. ആ ചെങ്കോൽ ഒടിയും.
ആമേൻ, ദുഷ്ടന്മാരുടെ വടിയും വാഴുന്നവന്റെ ചെങ്കോലും പരിശുദ്ധാത്മാവ് ഒടിച്ച അന്ന് ആമേൻ അതിൻ്റെ പുറകിൽ നിന്നവനെ ദൈവം പുറത്തു കൊണ്ടുവന്നു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനോട് പറയുന്നു, സ്തോത്രം സ്തോത്രം സ്തോത്രം, പരിശുദ്ധാത്മാവിനോട് പറയുന്നു, നിന്റെ വീടിൻ്റെ പുറകിൽ നിൽക്കുന്ന ചിലത്, നിന്റെ ശുശ്രൂഷയ്ക്ക് പുറകിൽ നിൽക്കുന്ന ചിലത് ഇന്ന് രാത്രി കർത്താവ് പുറത്തു കൊണ്ടുവരും. രക്തത്താൽ ജയം. ചിലരുടെ കൂടാരത്തിൻ്റെ പുറകിൽ നമ്മെ സംഭവിച്ച തകർച്ചകളുടെ പുറകിൽ കളിച്ച ചില കൂട്ടുകെട്ടുകൾ, നമ്മെ കളിച്ച ചില ദുരാലോചനകൾ ഇന്ന് രാത്രിയിൽ കർത്താവ് പുറത്തു കൊണ്ടുവരും. നിന്റെ തലമുറയ്ക്കെതിരെ ആമേ സ്തോത്രം, നിന്റെ കുടുംബജീവിതത്തിനെതിരെ അതിൻ്റെ പിൻപിൽ ആമേ കളിച്ച ചില ഗൂഢാലോചനകൾ, ചില വ്യക്തികൾ, ചില കൂട്ടുകെട്ടുകൾ, അതാരൊക്കെയാണെങ്കിലും അതെത്ര പ്രബലരാണെങ്കിലും പരിശുദ്ധാത്മാവിനോട് പറയുന്നു, വാഴുന്നവൻ്റെ ചെങ്കോലും ദുഷ്ടന്മാരുടെ വടിയും ഒടിഞ്ഞ അന്ന് ബദ്ധന്മാരുടെ ബന്ധനമഴിഞ്ഞു. എന്നിട്ട് കർത്താവ് പറയുക, ഇവനാണ്, ഇവളാണ് ഇതിൻ്റെ പുറകിൽ കളിച്ചത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ആത്മാവിൽ പ്രാർത്ഥിച്ച് ശമന അടഗജഘടകസ്യ ദുരൽഖനാദി ആമേ, നിന്റെ തലമുറ പഠിച്ചു, പാസ്സായി, പക്ഷെ വഴി തുറക്കുന്നില്ല. ചിലരതിൻ്റെ പുറകിലുണ്ട്. ആമേ സ്തോത്രം, ആമേ സ്തോത്രം, ആമേ, പലതിനകത്തും പൂർത്തീകരണങ്ങളില്ലാതെ ഇന്ന് രാത്രി നിൽക്കുന്നതിൻ്റെയൊക്കെ പുറകിൽ ചില ഇരുട്ടിൻ്റെ കരങ്ങളുണ്ട്. സ്തോത്രം സ്തോത്രം. ഞാൻ നിങ്ങളുടെ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പറഞ്ഞിട്ടില്ലെന്നാണ് എൻ്റെ 100% ബോധ്യം. ഇനി നിങ്ങൾ അബദ്ധത്തിൽ പറഞ്ഞെങ്കിൽ എന്നോട് ക്ഷമിച്ചേക്കണം. ഞാൻ കുറേ നാൾ ആഗ്രഹിച്ചു ഒരു പ്രത്യേക ബ്രാൻഡഡ് വൈറ്റ് ഷർട്ട്. ഇന്നൊന്നുമല്ല, ഇന്നെനിക്ക് ഷർട്ടിന് അന്നും കൊതിയുണ്ടായിട്ടില്ല, ഷർട്ട് ഇല്ലാഞ്ഞിട്ടുമല്ല, പക്ഷേ ഒരു പ്രത്യേക ഷർട്ടിന് വേണ്ടി ഞാൻ ആഗ്രഹിച്ചു. ദൈവത്തിൻ്റെ കൃപയാൽ ആ ഷർട്ട് അന്ന് ഞാൻ ശുശ്രൂഷിക്കുന്ന ചർച്ച്, ടൗൺ ചർച്ച്, കോട്ടയം ടൗണിലെ IPC ചർച്ചിലെ ഒരച്ഛൻ, പുള്ളി അമേരിക്കയ്ക്ക് പോയിച്ചു വന്നപ്പോൾ എനിക്ക് അതുപോലെ ഒരു ഷർട്ട് കൊടുത്തു. എനിക്ക് ദൈവത്തോട് ഭയങ്കര സ്നേഹമായി. എൻ്റെ ആഗ്രഹത്തെ ദൈവം അറിഞ്ഞ് അച്ഛൻ്റെ ഹൃദയത്തോട് ദൈവം ഇടപെട്ടല്ലോ, ഞാൻ പറയാതെ കാര്യം നടന്നല്ലോ എന്നൊരു സ്നേഹം ദൈവത്തോട് കൊണ്ടുത്തന്ന അച്ഛനോടും അതുപോലൊരു സ്നേഹം. ഞാൻ എൻ്റെ സൈമൺ പാസ്റ്റേ ആ ഞായറാഴ്ച ആ ഷർട്ടിട്ട് 58 വയസ്സായി, എന്നാലും എൻ്റെ മനസ്സ് ചെറുപ്പമാണ്. പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ എന്നെ വേറൊരു കണ്ണുകൊണ്ട് കാണരുത്, ഇച്ചിരി ഷൈൻ ചെയ്തു. സ്തോത്രം. അല്ലെങ്കിൽ സ്വാതന്ത്ര്യമുള്ളതുകൊണ്ടാണ് പറഞ്ഞത്, അല്ലേ പറയത്തില്ല. ഇച്ചിരി ഷൈൻ ചെയ്തു, അഹങ്കരിച്ചില്ല. ഒരു എന്നാ പറയുന്നത്, ആഷസസ്, ഒരു പുതിയ ചുരിദാറും ഒരു നല്ല സിൽക്ക് സാരിയൊക്കെ കൈ കിട്ടിയാൽ അന്ന് എന്നെ ഒരു മനസ്സിനൊരു സന്തോഷം വരത്തില്ലേ? നിങ്ങൾക്കൊരു ചിരിയൊന്നുമില്ലെന്നോ? സ്തോത്രം. എനിക്കന്ന് ഭയങ്കര സന്തോഷമായി, ആരാധനയിലും ഭയങ്കര സന്തോഷമായി. എനിക്കൊരു ഷർട്ട് കിട്ടിയതിൻ്റെ സന്തോഷം. ഈ ഒരു ഷർട്ട് എന്നുള്ളതല്ല, ഒരു പ്രത്യേക ബ്രാൻഡഡ്, ഇച്ചിരി ഹൈ ക്വാളിറ്റി, ഇച്ചിരി പ്രൈസ് കൂടിയ, എൻ്റെ ശരീരത്തിന് പാകമായ ഷർട്ട്. അന്ന് ഞാൻ ഷർട്ട് ഇട്ടു. അന്ന് കർത്തൃമേശ ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഷർട്ട് ഇട്ടുകൊണ്ട് ഞാൻ ഉമ്മയൊക്കെ കൊടുത്തു. 200 പേരുള്ള ഒരു ചർച്ചാണ്, എല്ലാവർക്കും ഉമ്മയൊക്കെ കൊടുത്തു. അന്ന് കമ്മിറ്റി ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. ഞാൻ ഹോളൊക്കെ അടച്ചു. എൻ്റെ ഫെയ്ത്തോ മേളിൽ. അപ്പം ഞാൻ മേളിലോട്ട് കയറി. എൻ്റെ പുറകെ ആ ചർച്ചയിലെ ഒരു ബ്രദർ വന്നു. അപ്പോൾ എന്നോട് 2-3 കാര്യങ്ങളൊക്കെ ചോദിച്ചു. പോകാൻ നേരം എൻ്റെ ഈ ഷർട്ടിൻ്റെ ഇവിടെ പിടിച്ചിങ്ങനെ കുലുക്കിയിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്റേ ഷർട്ട് നന്നായിരിക്കുന്നു, പാസ്റ്റൊക്കെ നന്നായിട്ട് ചേരും, പാസ്റ്റേ ഷർട്ട് ഇട്ടപ്പോൾ ഞങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷം. എന്നെ ഒത്തിരി അങ്ങ് അപ്രീഷിയേറ്റ് ചെയ്യും, എന്നെ ഒരുപാട് അങ്ങ് അനുമോദിക്കുവാണോ അപ്രീഷിയേറ്റീവാണോ. എന്നിട്ട് എന്നോട് പോകാൻ നേരം പറഞ്ഞു, പാസ് ഇട്ട് കഴിഞ്ഞാൽ എനിക്കൂടെ ഷർട്ട് ഇടാൻ തരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിശ്ചയമായും തരാമെന്ന്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ, എല്ലാ അനുമോദനങ്ങളുടെയും പുറകിൽ പരിശുദ്ധാത്മാവല്ലെന്നുകൂടെ പറഞ്ഞോക്കണം. എല്ലാ അപ്രീസിയേഷൻ്റെയും പുറകിൽ, എല്ലാ ഷെയ്ക്കാനിൻ്റെയും പുറകിൽ, എല്ലാ ഉമ്മയുടെയും പുറകിൽ പരിശുദ്ധാത്മാവല്ല, ചിലത് കെണിയാണെന്ന് പറയാനാണ് ഞാൻ വരുന്നത്. അങ്ങനെയുള്ള കെണിക്കകത്ത് കുടുങ്ങിയ ചിലരുണ്ട് ഇവിടെ. ഇന്ന് രാത്രിയിൽ അത് പൊട്ടണം. സ്തോത്രം. വസ്ത്രം കൊണ്ട് ബന്ധിക്കപ്പെട്ട ചിലർ ഇന്ന് രാത്രി ഈ പ്ലാറ്റ്ഫോമിലുണ്ട്. ഇന്ന് രാത്രി കെണി പൊട്ടും. ആമേൻ. ഞാനിത് പറയുമ്പോൾ ചില വർഷങ്ങളുടെ പുറകിൽ ഞാൻ ചെയ്ത മറ്റൊരു ശുശ്രൂഷ, ആമേൻ സ്തോത്രം, എൻ്റെ മനസ്സിലേക്ക് കർത്താവ് തരുന്നു. അതുകൂടെ പറഞ്ഞ് നമുക്ക് പോവാം. ഇതെല്ലാം കഴിഞ്ഞു അദ്ദേഹം ഇറങ്ങി, ഞാൻ ഡോർ അടച്ച് അകത്ത് കയറി. അന്ന് സഭായോഗം കഴിഞ്ഞാൽ ഞാനും എൻ്റെ ഭാര്യയും കൂടെ കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചിട്ട് ആഹാരം കഴിക്കാനായിട്ട് പോകത്തുള്ളൂ. അപ്പം ഒരു ബെഡ്റൂമേ ഉള്ളൂ. പിള്ളേർ തീരെ കുഞ്ഞുങ്ങളാണ്.
സ്തോത്രം. അന്ന് അവർ താഴ്ന്ന ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായം. ഞങ്ങൾ ഒരുമിച്ച് കരം കോർത്ത് പിടിച്ചു, പ്രാർത്ഥിച്ചു. പുള്ളിക്കാരി കിച്ചണിലേക്ക് പോയി ഫുഡ് എടുക്കാൻ. ഞാനിങ്ങനെ ഷട്ടിലൊക്കെ പിടിച്ചു, സ്തോത്രമൊക്കെ പറഞ്ഞു. സ്തോത്രം. ഷർട്ടിങ്ങനെ ബട്ടണൊക്കെ ഊരി. ഈ ഷർട്ടിങ്ങനെ ഊരുന്ന സമയത്ത് സാമ്പ്രദറെ എൻ്റെ ഈ ഷർട്ടിൻ്റെ ഇവിടുന്ന് താഴോട്ട് കീറി. ഈ ഷർട്ടിൻ്റെ ഇവിടുന്ന് താഴോട്ട് കീറി. ഒരു 10 സെൻറ്റിമീറ്ററോളം ഈ ഷർട്ടിങ്ങനെ കീറി. അപ്പം ഞാൻ വലിയ വായിൽ അങ്ങ് കരഞ്ഞു. എൻ്റെ സന്തോഷവും എൻ്റെ മനസ്സിൻ്റെ ആനന്ദവും എല്ലാം കണ്ണുനീര. ഞാൻ ആ കട്ടിലെ വീണു. ഞാൻ ദൈവത്തോട് ക്ഷമയും വെച്ച്, എൻ്റെ കർത്താവെ, ഒരു ഷർട്ടിൻ്റെ പേരിൽ ഞാൻ അഹങ്കരിച്ചെങ്കിൽ ഇനി ആയുസിൽ ഷർട്ട് ഞാൻ ഇടത്തില്ല. എന്നോട് ക്ഷമിക്കണം, എന്നോട് ക്ഷമിക്കണേ കർത്താവെ, എന്നോട് ക്ഷമിക്കണേ, എന്നോട് ക്ഷമിക്കണേ, എന്നോട് ഇങ്ങനെ 100 പ്രാവശ്യം ഞാൻ ക്ഷമ ചോദിച്ചു. ഇതൊന്നുമല്ല ഇതിൻ്റെ പുറകിൽ. ഞാൻ അഹങ്കരിച്ചതിന് ഷർട്ട് കീറുന്ന ആത്മാവൊന്നുമല്ല പരിശുദ്ധാത്മാവ്. അന്നത്തെ പൊട്ടബുദ്ധിക്ക് ഞാൻ ചിന്തിച്ചു പോയതാ. നമ്മളെപ്പോലെ ചില പോഷന്മാർ വേറെ ലോകത്തിലില്ല. സ്തോത്രം, സ്തോത്രം. ഞാൻ വിചാരിച്ചു പരിശുദ്ധാത്മാവ് കീറിയതാണ്. പരിശുദ്ധാത്മാവ് നിന്റെ സാരി കീറാൻ വരത്തില്ല. നിന്റെ ചുരിദാറ് കീറുന്ന ആളല്ല പരിശുദ്ധാത്മാവ്. സ്തോത്രം. നിന്നെയും കൊല്ലും ഞാനും ചാകുമെന്നും പറഞ്ഞ് പരിശുദ്ധാത്മാവ് വരത്തില്ല. സ്തോത്രം. ഞാൻ വിചാരിച്ചു പരിശുദ്ധാത്മാവ് കീറിയ ദൂതം കീറിയതാ എന്നൊക്കെ എൻ്റെ പൊട്ട മനസ്സിൽ പോയി. ഞാനിങ്ങനെ കുറച്ചു നേരം എനിക്ക് ഭയങ്കര നിരാശയായിപ്പോയി. കാരണം ഷർട്ട് കീറിയതല്ല, എൻ്റെ ദൈവത്തിൻ്റെ മുമ്പ് ഞാൻ അഹങ്കരിച്ചല്ലോ, ഇതായിരുന്നു എൻ്റെ ചിന്ത. പക്ഷേ എൻ്റെ ഡോക്ടർ റീന ഫിലിപ്പെ, ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് പിള്ളേരെ സ്കൂളിൽ വിട്ട് ഞാനും വൈഫും കൂടെ ഹൗസ് വിസിറ്റിങ്ങിന് പോയി. അപ്പം ഒരു വീട്ടിൽ ചെന്നു, വർത്തമാനമൊക്കെ പറഞ്ഞു, ചായ കുടിച്ചു. സ്തോത്രം. പോരാൻ നേരം പ്രാർത്ഥിക്കരുത്. ഞാൻ വെളിപ്പാട് കണ്ടപ്പം ആ വീട്ടിലെ അച്ചാനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ വെളിപ്പാട് കർത്താവിനെ കാണിക്കുന്നു, ഒന്ന് സൂക്ഷിച്ചോണേ. അത് സമയവും പറഞ്ഞു, അത് കൃത്യം 2 മണിക്കായിരിക്കും, ഒന്ന് പ്രത്യേകം സൂക്ഷിച്ചോണമെന്ന്. ഉടനെ അച്ഛൻ ഞാൻ പ്രാർത്ഥിച്ചില്ല, പ്രാർത്ഥനയ്ക്കിടയിൽ വെളിപ്പാട് കാണുന്നു. ഞാൻ ഓടി പുള്ളി അകത്തോട്ട് പോയി കഴിഞ്ഞ ഞായറാഴ്ചത്തെ മനോരമ പത്രം എടുത്തുകൊണ്ട് പോയി. എന്നിട്ട് ഈ മനോരമ പത്രത്തിൽ ഞായറാഴ്ച എന്നും ഒരു നക്ഷത്ര ഫലമുണ്ട്. നക്ഷത്ര ഫലമാണോ നക്ഷത്ര വാരമാണോ ഏതാണ്ട് സാധനം. അപ്പോൾ ഈ പുള്ളി എന്നോട് പറയാണ്, പാസ്റ്ററുടെ വെളിപ്പാട് കറക്റ്റാ. ഞാൻ ചോദിച്ചാൽ അതിനാച്ചാ, പാസ്റ്റർ പറഞ്ഞ ദൂതും എൻ്റെ നക്ഷത്രഫലവും കൃത്യമാണ്. കേൾക്കണം. നിങ്ങൾ ചിരിക്കാനല്ല ഞാൻ പറയാം, തമാശ പറയല്ല, ഞാൻ വളരെ ഗൗരവമായ കാര്യം പറയാം. ഇത് പറയും പെട്ടെന്ന് എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് ഒരു ശബ്ദം, ഈ ആത്മാവാണ് നിന്റെ ഷർട്ട് കീറിയത്. നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയോ? ഈ ആത്മാവാണ് നിന്റെ ഷർട്ട് കീറിയത്. എന്നോട് ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡ് സാക്ഷി എവിടെ പറയത്തുള്ളൂ, സത്യമായിട്ട് പറയും, ഈ ആത്മാവാണ് നിന്റെ ഷർട്ട് കീറിയത്. സ്തോത്രം. ഇങ്ങനെ ഷർട്ട് കീറുന്ന പല ആത്മാക്കളും പെന്തക്കോസ്തിനകത്തുണ്ട് കേട്ടോ. സ്തോത്രം. സാരി കീറുന്ന ആത്മാവ്, ചുരിദാർ കീറുന്ന ആത്മാവ്, ശുശ്രൂഷ തകർക്കുന്ന ആത്മാവ്, നിന്റെ അഭിഷേകത്തെ തകർക്കുന്ന ദുരാത്മാവ് പലയിടത്തുമുണ്ട്. ഞാൻ നിലമ്പൂരിൽ നിന്നൊരു പാസ്റ്ററിനെ വിളിച്ചു. ഭാര്യയ്ക്ക് സിവിയർ ബാക്ക് പെയിനാ, നിക്കക്കള്ളിയില്ല, പാസ്റ്റർ ഒന്ന് വന്നേ പറ്റൂ. ഞാൻ പറഞ്ഞില്ല, അടുത്ത 2 ദിവസം എനിക്ക് മീറ്റിംഗ് ഉണ്ട്, അവർ ചെയ്താക്കണോ. സ്തോത്രം. എൻ്റെ സമയം ചോദിച്ച് നിലമ്പൂരിൽ നിന്ന് അവർ ട്രെയിൻ കയറി ഞങ്ങളുടെ വീട്ടിൽ വന്നു. സ്തോത്രം. അപ്പം ഞങ്ങളുടെ വീട്ടിൽ വന്നു. അപ്പം അന്ന് എന്നെ നിലം തൊടിയിച്ചില്ല, ഒന്ന് പ്രാർത്ഥിക്കാൻ ഇരുത്തില്ല. ഞാൻ ഇവരെ കളക്ട് ചെയ്യാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുകയാണ്. പുള്ളിക്കാരിക്ക് ബസ്സേ കയറാൻ വയ്യ, കാറിലിരിക്കാൻ വയ്യ, ട്രെയിനെ കൊണ്ടുവരിക പ്രാർത്ഥിക്കാൻ. ഭയങ്കര ബാക്ക് പെയിൻ. അപ്പം ഞാനിങ്ങനെ ഈ ടൗണിലൂടെ തിരുനക്കര മൈതാനം കഴിഞ്ഞു ഞാനിങ്ങനെ ദൈവത്തോട് കരഞ്ഞു, കർത്താവെ, അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ഇരിക്കാൻ പറ്റിയില്ലല്ലോ ഇത്രയും ദൂരത്തുനിന്ന്. പെട്ടെന്ന് ദൈവാത്മാവിനോട് ആലീസ് 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 3 പ്രാവശ്യം ആലീസ് എന്നോട്. അപ്പം എനിക്ക് മനസ്സിലായി, ഇവിടെ പുറകിൽ കളിച്ച ഒരു ആലീസുണ്ട്. സ്തോത്രം. ഞാനിവരെ കൊണ്ടുവന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാനിരുന്നു. പ്രാർത്ഥിക്കുന്നപ്പോൾ ഞാൻ ചോദിച്ചു, സിസ്റ്റർ, ആലീസ് എന്ന് പറയുന്ന ആരെങ്കിലും എന്തേലും ഉണ്ടോ? ഒന്ന് വിളിക്കാൻ, ആലീസ് ഇല്ല. ഇവിടെ ആരെങ്കിലും ആലീസ് ഉണ്ടേ ക്ഷമിക്കണേ. സ്തോത്രം. അപ്പം അങ്ങനെ ആരും ആലീസുമാരില്ല. ഞാൻ കുഴുങ്ങി. കാരണം ദൈവം എന്നോട് പറഞ്ഞു 3 വട്ടം ഞാൻ ദൈവശബ്ദം കേട്ടു, ആലീസ് ആലീസ് ആലീസ്. പെട്ടെന്ന് ദൈവം എന്നോട് ഒരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു. അവിടെയുള്ള അങ്ങ് മലബാറിലുള്ള ഒരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു. സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞപ്പോൾ ഈ പുള്ളിക്കാരി പറഞ്ഞ സ്ഥലമുണ്ട്, പക്ഷെ ആലീസ് ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു, കർത്താവെ, ഞാൻ കുടുങ്ങിയല്ലോ, ആലീസും ഇല്ല, ആരുമില്ല. പെട്ടെന്ന് അവിടെയുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ ചിത്രം ദൈവം എന്നെ കാണിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവമുണ്ട്,
നിങ്ങൾക്ക് കേൾക്കണോ? സ്തോത്രം. ഈ ആലീസ് എന്ന് പറയുന്ന ഒരു സിസ്റ്ററിന് നടുവേദനയായി ഈ അമ്പലത്തിൽ നിൽക്കുന്ന ഒരു സഹോദരി കൂട്ടിക്കൊണ്ട് വന്നതാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവസാനം പാസ്റ്ററുടെ ഭാര്യ ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പോരാൻ നേരം സ്തോത്രം ഈ അമ്പലത്തിൽ നിന്ന് വന്ന പുള്ളിക്കാരി കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തേച്ച് പോയ പോക്ക ആമേൻ ഒരു സാധനം ഇങ്ങോട്ട് ഇമ്പാർട്ട് ചെയ്തു. സ്തോത്രം. വെളിപ്പാടോ വിവേചനമോ ഇല്ലാതെ പോയതുകൊണ്ട് ഇതൊരു നടുവേദനയായി മാറി. ആ പാസ്റ്റർ കുഴഞ്ഞു. സ്തോത്രം. പലയിടത്ത് കൊണ്ടുപോയി തിരുമ നടത്തി, കിഴികുത്തി, MRI എടുത്ത്, ഒരു രക്ഷയില്ല. പക്ഷേ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടൊരു പറയാം, ഞങ്ങൾ 4 or 5 പേരിരുന്ന് പ്രാർത്ഥിച്ചു. വെളിപ്പാടിൽ കാര്യത്തെ വിവേചിച്ചു. റൂട്ട് വെട്ടിയപ്പം ഇങ്ങോട്ട് നടുവേദനയുമായി വന്ന സ്ത്രീ തിരിച്ചു പോയത് സൗഖ്യത്തോടെയാ. ഈ പ്ലാറ്റ്ഫോമിനകത്ത് ഇന്ന് രാത്രി രക്തത്തിൽ വ്യാപരിക്കുന്ന വസ്ത്രത്തിൽ കൂടെ ബന്ധിച്ച് കളഞ്ഞ ചില ജോസഫുമാരുടെ കാരാഗ്രഹത്തിൻ്റെ വാതിൽ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് തുറക്കും. സൈമൺ ബാസേ, ഇല്ലെങ്കിൽ നമ്മുടെ പ്രസംഗം വ്യർത്ഥം, ഇല്ലെങ്കിൽ നമ്മുടെ അന്യഭാഷ വ്യർത്ഥം, ഇല്ലെങ്കിൽ നമ്മുടെ പ്രവചനം വ്യർത്ഥം, ഇല്ലെങ്കിൽ നമ്മുടെ ഉറക്കളപ്പ് വ്യർത്ഥം. രക്തത്താൽ ജയം ഇന്ന് രാത്രിയിൽ അത് ഭക്ഷണത്തിലൂടെയാകാം, അത് വസ്ത്രത്തിലൂടെയാകാം. നിന്നെ കാരാഗ്രഹം ഒരുക്കി നിന്റെ പ്രവചനത്തെ ഒതുക്കിക്കളഞ്ഞ, നിന്റെ ശുശ്രൂഷ ഒതുക്കിക്കളഞ്ഞ, നിന്റെ സൗന്ദര്യത്തെ ഒതുക്കിയ, നിന്നെ വിരൂപമാക്കിയ, നിന്റെ രക്തത്തിൽ കൂടെ കയറ്റിവിട്ട ഒരു ദുരാത്മാവിൻ്റെ റൂട്ടുകളെ, അതിൻ്റെ സഞ്ചാരങ്ങളെ ഈ രാത്രി അഭിഷിക്തരായ ഞങ്ങൾ ദൈവസഭയായി ഞങ്ങൾ ഒന്നിച്ച് ഈ പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്ത ചിലരുടെ കൂടാരത്തിനകത്തു നിന്ന്, ചിലരുടെ ശരീരത്തിൽ നിന്ന്, ചില ഡ്രസ് കോഡിൽ നിന്ന് പോലും ഞങ്ങൾ ആത്മാവിൽ അതിനെ പുറത്താക്കുന്നു. Right now, get out from this area. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ഡേഞ്ചർ സോണുകൾക്കകത്തും ഈ രാത്രി കർത്താവിൻ്റെ ഒരു ഫ്രീഡം വ്യാപരിക്കട്ടെ. അത് ശാരീരികമായി, അത് മെൻ്റലായി, അത് ഫൈനാൻഷ്യലായി, അത് ഫിസിക്കലായി ഒക്കെ ഈ രാത്രിയിൽ ആത്മാവ് ചില ശരീരത്തെ തൊടട്ടെ. രക്തത്താൽ ജയം. സഭയുടെ ശ്രദ്ധേറിയ പ്രാർത്ഥന ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കാരാഗ്രഹത്തിനകത്ത് ദൂതൻ ഇറങ്ങി. കാരാഗ്രഹത്തിനകത്ത് ദൂതൻ ഇറങ്ങിയോ? ഉറപ്പാ. ദൂതൻ ഇറങ്ങിയത് സ്തോത്ര സത്യമാണെന്ന് വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ ബീനാകോശി സിസ്റ്ററെ, ദൈവാത്മാവ് പറയുന്നു, ദൂതൻ ഇറങ്ങിയത് സത്യമെങ്കിൽ ആ ദൂതൻ വന്നത് നിന്നെ കണ്ടേച്ചു പോകാനല്ല, ആ ദൂതൻ നിന്നെ എത്തേണ്ടിടത്ത് എത്തിക്കാൻ വന്ന ദൂതനാ. രക്തത്താൽ ജയം. ഈ രാത്രി ആത്മാവിൽ പ്രാർത്ഥിച്ച് സ്തോത്രം സ്തോത്ര. ദൂതൻ ഇറങ്ങി പത്രോസിന്റെ വിലാപ്പുറത്ത് സ്പർശിച്ചു. പക്ഷെ കൈയിൽ കടന്ന ചങ്ങല അഴിഞ്ഞു. തൊട്ടത് വിലാപ്പുറത്ത, പക്ഷെ അഴിവ് നടന്നത് കയ്യിലെ ചങ്ങലയുടെ മേല. ഈ രാത്രി നീ ഇനി ആരുടെ മേലും കൈവെക്കരുത്. നീ ഇനി ആർക്കു വേണ്ടി കൈവെക്കരുത്. നീ ഇനി ഒരിടത്തും പോയി ഒന്നും ചെയ്യരുത്. നിന്റെ കൈകളുടെ പ്രവൃത്തിയുടെ മേൽ വീണ ചില ചങ്ങലകൾ ഇന്ന് രാത്രി ഇറങ്ങിയ ദൂതൻ നിന്നെ തൊട്ട് ഒരു ഡിവൈൻ ടച്ച് ചിലരുടെ മേൽ ആത്മാവ് തരിക. ഒരു സ്വർഗീയ സ്പർശനം ചില ശരീരങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. രക്തത്താൽ ജയം. രാത്രികളിൽ, നിദ്ര സമയങ്ങളിൽ, ഉറക്ക സ്ഥലങ്ങളിൽ, നിന്റെ ബെഡ്റൂമിനകത്ത് നീ നന്നായി ഉറങ്ങിക്കിടക്കുമ്പോൾ നിന്റെ ശരീരത്തിൽ വന്ന് തൊടുന്ന ചില പ്രത്യേക കൈകളെ ഞാൻ ആത്മാവിൽ ദർശിക്കുന്നു. ജിദിഗിനി, ഹസിയ, അർഗജ, ലഗത്തുനി, വേദികൾക്കം, ധൂമവർദ്ധം, വാദികാനം, അർത്ഥജാന, വാദികൽക്കന, സന്ധൂരവചനസ്യ. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ ഒരു സാക്ഷ്യം പറയാം. ഞങ്ങളുടെ ബെഡ്റൂമിൽ ഇരുന്നുകൊണ്ടാണ് നിങ്ങളെ അഡ്രസ് ചെയ്യുന്നത്. ഈ ബെഡ്റൂമിൽ ഞങ്ങളുടെ വീട്ടിലെ റേഷൻ കാർഡിൽ പേരില്ലാത്തൊരു അമ്മാമ്മയുടെ വന്നൊരു ദിവസം. സ്തോത്രം. നിങ്ങൾക്കാർക്കും പനി പിടിക്കരുത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയത്തില്ല, ഉറപ്പാ. സൈമൺ ബാസ് ഏറെക്കുറെ അറിയാം. ഞങ്ങളുടെ റേഷൻ കാർഡിൽ പേരില്ലാത്തൊരു അമ്മാമ്മ ഈ വീട്ടിൽ വന്നൊരു ദിവസം രാത്രി 2 മണിക്ക്. സ്തോത്രം. ഞാൻ നോക്കുമ്പോൾ ഈ അമ്മാമ്മയുടെ മാത്രം പേര് ഞങ്ങളുടെ റേഷൻ കാർഡിലില്ല. ഞാൻ പറഞ്ഞു, റേഷൻ കാർഡ് പേരില്ലാത്തവർ ഇവിടെ പാർക്കാൻ പറ്റുകയില്ല. കാരണമല്ല, ഇത് അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസൻ താമസിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് അമ്മാമ്മയ്ക്ക് ഇവിടുന്ന് പോകാമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു വിട്ടു. ഹലോ, മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. അങ്ങനെ നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ചിലരൊക്കെ അവിടെ നിന്ന് വന്ന് നമ്മുടെ വീട് വിസിറ്റ് ചെയ്തേച്ച് പോകും. അങ്ങനെ പറഞ്ഞര് അങ്ങ് കോതമംഗലത്തും അങ്ങ് കാനഡയിലും അങ്ങ് തിരുവല്ലായിലും ആ വിസിറ്റിങ് വേണ്ട.
സ്തോത്രം. ആത്മാവിൽ ചിലതിനെ ബ്രേക്ക്, ഇങ്ങോട്ട് ഇനി ആയുസ് വരാൻ പറ്റത്തില്ല. ഭൂമിയിലിടത്തോളം കാലം ആ ഭൂമിയിലോട്ട് ഞങ്ങൾ വരത്തില്ല, കാരണം ഒരു മനുഷ്യൻ ഞങ്ങളെ വിലക്കിയതാന്ന് പറഞ്ഞു. ഈ അർദ്ധരാത്രിയോട് അടുക്കുന്ന സമയത്ത് നിന്റെ ഭൂമിയിൽ കൂടെ ചലിക്കുന്ന, നിന്റെ ബെഡ്റൂമിൽ കൂടെ ചലിക്കുന്ന ചില ചലനങ്ങളെ ആത്മാവിൽ അങ്ങ് പറഞ്ഞു വിട്ടേര്. ഇനി അത് ഇവിടെ വേണ്ട. ആമേൻ. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയ ഞങ്ങൾ കുടുംബമായി ഈ ഭവനത്തിൽ താമസിക്കുന്നിടത്തോളം കാലം ഇവിടെ വേണ്ട. സ്തോത്രം, സ്തോത്രം. അത് അമ്മാമ്മയാണേലും അത് അച്ചായനാണേലും പറഞ്ഞു വിട്ടേര്. ഇന്ന് രാത്രിയിൽ അവരുമായി ഒന്നിച്ചുള്ള ഒരു ജീവിതമല്ല. ഇന്ന് രാത്രി നിന്റെ വീട്ടിനകത്തു നീ അത് ഇറങ്ങിപ്പോവും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ എൻ്റെ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ രാത്രി ചിലത് കുടിയൊഴിക്കപ്പെടും. രക്തത്താൽ ജയം. നിന്റെ തലമുറയ്ക്ക് നേരെ കയറി വന്ന് വാഴ്ച നടത്തുന്ന ചില വാഴ്ചകളെ ആത്മാവിൽ ഞങ്ങൾ പറഞ്ഞു വിടുകയാണ്. രക്തത്താൽ ജയം. സ്തോത്രം. മറന്നുപോയി, ഞാൻ പ്രസംഗിച്ചില്ല. സ്തോത്രം. വെളിപ്പാടി മാത്രം സഞ്ചരിച്ചതേ ഉള്ളൂ. പ്രസംഗിക്കാം. ദൈവത്തിന് സ്തോത്രം. നോക്കിക്കേ, സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത്, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല, അവൻ ദൈവത്തോടത്രേ സംസാരിക്കുന്നു. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, അന്യഭാഷയിൽ സംസാരിക്കുന്നത് വിലക്കരുത്. സ്തോത്രം. അപ്പൊ അങ്ങനെ വിലക്കുന്നവരന്നുണ്ടായിരുന്നു. അന്യഭാഷയിൽ സംസാരിക്കുന്നത് വിലക്കി അവസാനം തീമോത്തിയോസിന്റെ കൃപാവരത്തെ കൂടെ ബന്ധിച്ചപ്പോൾ നിബൂപാസ്രെ, സ്തോത്രം, തീമോത്തിയോസിന്റെ വളർച്ചയുടെ കൃപാതലങ്ങളെ കൂടെ ആത്മതലങ്ങളെ കൂടെ മൂപ്പന്മാര് കെട്ടിയെന്ന് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് അവൻ്റെ ആത്മീയ പിതാവായ പൗലോസ്ലീഹ അറിഞ്ഞു. അന്നേരം പൗലോസ് എഴുതുകയാണ്, നിന്നിലുള്ള ദൈവത്തിൻ്റെ കൃപാവരത്തെ നീ ഉപേക്ഷയായി വിചാരിക്കാതെ നീ അതിനെ ജ്വലിപ്പിക്കണം എന്ന് ഞാൻ നിന്നോട് ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ കൃപാവരമുള്ള ഒരു പ്ലാറ്റ്ഫോമായത്, കൃപാവരം ജ്വലിപ്പിക്കപ്പെടുന്ന ഒരു പ്ലാറ്റ്ഫോമായത്, കൃപാവരത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായത്, കൃപാവരത്തിൽ ശുശ്രൂഷയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഇത്. അങ്ങനെയെങ്കിൽ ഇതിനകത്ത് നിൽക്കുന്ന ചിലരോട് ആത്മാവ് പറയുന്നു, പാസ്റ്റർ റോജി ഇലന്തൂർ, നിങ്ങളുടെ വീഡിയോ ഓണല്ല, പക്ഷേ കർത്താവിനോടൊരു വെളിപ്പാട് പറയുന്നു. സ്തോത്രം. നിങ്ങൾ പാലങ്ങൾ പണിയുന്നു. സ്തോത്രം. ഇടിഞ്ഞുപോയ ചില പാലങ്ങൾ, തകർന്നു കിടക്കുന്ന ചില ബ്രിഡ്ജുകൾ നിങ്ങൾ പണിയുന്ന ഒരു വെളിപ്പാട് ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ കൈമാറുക. ദൈവത്തിന് സ്തോത്രം. നോക്കിക്കേ, സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ പൗലോസ് പറയാണ്, അന്യഭാഷയിൽ സംസാരിക്കുന്നത് വിലക്കുകയും വരുത്. സമയം പോയത് അറിഞ്ഞില്ല. കർത്താവിന് സ്തോത്രം. വേഗം ഒരു വാക്യം നമുക്ക് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം, ആമേൻ, അതിൻ്റെ 12-ാം അധ്യായം 32-ാമത്തെ വാക്യം. 12-ാം അധ്യായം 32-ാമത്തെ വാക്യം വായിക്കാൻ പറ്റുമെങ്കിൽ ഷിനു സിസ്റ്റർ വായിച്ചാട്. ഇല്ലെങ്കിൽ വായിക്കാൻ പറ്റുന്ന ഒരാൾ വായിച്ചാട്. ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടരുത്, നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. മതി, താങ്ക് യു. ചെറിയ ആട്ടിൻകൂട്ടമേ, നിങ്ങൾ ഭയപ്പെടരുത്, നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് രാജ്യം തരുവാൻ പ്രസാദിച്ചിരിക്കും. സ്തോത്രം. ഈ വാക്യത്തിൽ നിന്നും അടുത്ത ഒരു 10-15 മിനിറ്റ് സംസാരിച്ച് ഞാൻ അവസാനിപ്പിക്കാൻ എനിക്കറിയാം. ഞാൻ സമയം ശ്രദ്ധിച്ചു നോക്കിയില്ല. ചെറിയ ആട്ടിൻകൂട്ടമേ, നിങ്ങൾ ഭയപ്പെടേണ്ട. ഈ ഒരു വിളി നമ്മൾ ആരും കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം നമ്മൾ ആരും ചെറിയവരാകാൻ ആഗ്രഹിക്കുന്നവരേ അല്ല. ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. പോരാഞ്ഞൊരു വാക്യം ബൈബിളിലുണ്ട്, ഞാൻ നിങ്ങളെ വാലല്ല തലയാക്കും. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ ആരും ചെറിയവരാകാനും ഈ വിളി കേൾക്കാനും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ലൂക്കോസിന്റെ സുവിശേഷം 9-ാമത്തെ അധ്യായം മുതൽ ഒന്ന് ധ്യാനിച്ച് മുൻപോട്ട് വരുമ്പോൾ, കർത്താവ് 12 അപ്പോസ്തലന്മാർക്ക് ശക്തിയും അധികാരവും സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കാനും അധികാരമൊക്കെ ഏൽപ്പിച്ചെങ്കിലും 9-ാം അധ്യായത്തിൽ ഈ ഗ്രൂപ്പിൻ്റെ മേൽ നിൽക്കുന്ന കുറേ ബലഹീനതകൾ പരിശുദ്ധാത്മാവോട് എഴുതിയിട്ടുണ്ട്. സമയം പോകുന്നത് കൊണ്ട് ഞാനതൊന്ന് ഓടിച്ചു മാത്രം പറഞ്ഞുവിടാം. 28 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ അവർ കർത്താവിനോട് അങ്ങോട്ട് പറയുകയാണ്, ഞങ്ങളൊരു 3 കുടിൽ ഇവിടെ ഉണ്ടാക്കാം. ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയാവിന്, ഒന്ന് ഇപ്പോഴുള്ള ഉപദേശിക്ക്, മറ്റൊന്ന് മൺമറഞ്ഞ 2 ഉപദേശിമാർക്ക്. സ്തോത്രം. എന്ന് അവർ പറയുന്നത് ഇന്നതാണ് പറയുന്നത് എന്നറിയാതെ പത്രോസ് പറഞ്ഞു.
സ്തോത്രം. അങ്ങനെ ഒരു പോരാട്ടം ചിലരുടെ മേലുണ്ട്. പൗലോസ് അതിനെക്കുറിച്ച് ഇങ്ങനെ എഴുതി, നന്മ ചെയ്യാനുള്ള ആഗ്രഹം എനിക്കുണ്ടെങ്കിലും ഞാൻ ഇച്ഛിക്കാത്ത തിന്മകൾ പലത് ചെയ്യുകയാ. ഇന്ന് രാത്രിയിൽ എന്താ പറയേണ്ടത്, സ്തോത്രം, എങ്ങനെയാ പറയേണ്ടത് എന്ന് പോലും അറിയാതെ പറയുന്ന പലരുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. എത്ര പറഞ്ഞിട്ടും പറഞ്ഞത് എന്നാണെന്ന് അറിയാൻ വയ്യാത്ത പലരുമുണ്ട്. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞാനും സൈമൺ ബാസും ഒക്കെ ഉള്ളൊരു വേദിയിൽ ഒരാൾ പ്രസംഗിച്ച കൂട്ടത്തിൽ പറഞ്ഞു, ഒരാൾ പറഞ്ഞു ഈ ബൈബിളിലെ പ്രസംഗമാണ്, എന്നിട്ട് പറഞ്ഞു ഇത് ഗ്രീക്കിൽ അങ്ങനെയാണ്, അത് അത് മറ്റ് അരാമ്യ ഭാഷയിൽ അങ്ങനെയാണ്, ഗ്രീക്കിൽ ഇതിനെക്കുറിച്ച് അങ്ങനെ പറയുന്നു എന്നൊക്കെ പറഞ്ഞു. സ്തോത്രം. ഉടനെ അമ്മച്ചി എഴുന്നേറ്റ് പറഞ്ഞു, സ്തോത്രം, അത് 8 പ്രാവശ്യം പറഞ്ഞാലേ ഗ്രീക്കുകാർക്ക് വിശ്വാസം വരത്തുള്ളൂ. സ്തോത്രം. അതുകൊണ്ടാണ് അത് ഗ്രീക്കിൽ 8 പ്രാവശ്യം എഴുതിയത്. മലയാളിയായ നമ്മളോട് ഒറ്റ പ്രാവശ്യം പ്രസംഗിച്ചാൽ മതി, എനിക്ക് വിശ്വാസമാവും. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഒത്തിരി ഗ്രീക്കൊന്നും നമുക്കറിയത്തില്ലേലും കേൾക്കുന്ന വചനം എന്താണെന്ന് വിശ്വസിക്കാൻ ഒരു വിവേചനം നമ്മുടെ അകത്ത് കിട്ടിയാൽ നമ്മൾ ഭാഗ്യവാന്മാരെ. കരമൊന്ന് ഉയർത്തി സ്തോത്രം ചെയ്ത്. എനിക്കറിയാം എൻ്റെ പ്രസംഗം ഒത്തിരി നീണ്ടു പോകത്തില്ല, ഞാൻ വളരെ ഷോർട്ട് കട്ട് ചെയ്തു വിടാം. പറയുന്നത് ഇന്നതാണെന്ന് മനസ്സിലാക്കണം. എന്തേലുമൊക്കെ പറയുകയല്ല, അത് വീട്ടിലാണേലും സഭയിലാണേലും. ഞങ്ങളുടെ സഭയിൽ കഴിഞ്ഞിടെ ഒരു അമ്മാമ സാക്ഷ്യം പറഞ്ഞ് മൂത്ത് പറഞ്ഞു, എനിക്ക് യേശു അല്ലാതെ വേറെ ആരും ഭൂമിയിലില്ലെന്നു. ഞാൻ ചോദിച്ചു, പിന്നെ ആര് വേണം? യേശു കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ആര് വേണം? ഉപദേശിമാർ വേണം, സഹോദരങ്ങൾ വേണം. യേശു ഒരാളുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ആരാ വേണ്ടിയത്? സ്തോത്രം. അപ്പോൾ എന്താണ് പറയുന്നതെന്ന് നമ്മൾ വിവേചിക്കണം. നമ്മുടെ നാവിന് ഭയങ്കര പവറുണ്ട്. ഞാൻ ഇവിടേക്ക് പോകുന്നില്ല. നോക്കിക്കേ, ആമേൻ. 9:41 വാക്യത്തിൽ, ലൂക്കോസ് 9:41 പന്തിരുവരുടെ കാര്യം എടുക്കുന്ന കേട്ടോ. അവരുടെ അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും, എത്രത്തോളം ഞാൻ നിങ്ങളെ സഹിക്കും. അല്പസമയത്തെ ഒരു സൂം മീറ്റിങ്ങിന് വീഡിയോ ഓൺ ചെയ്യാഞ്ഞിട്ട് ഇതിനെ നടത്തിപ്പിൻ്റെ ആളിന് ഇത്രയും ഒരു പ്രയാസം വന്നെങ്കിൽ, സ്തോത്രം, 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 സ്തോത്രം. ഇത്രയും പ്രയാസം സൈമൺ ബാസക്ക് ഉണ്ടായെങ്കിൽ, ആമേൻ, പ്രസംഗിക്കുന്ന ഞങ്ങൾക്ക് വീഡിയോ ഓൺ ചെയ്യാത്തവരെ നോക്കി ദുഃഖിക്കുമ്പോൾ കർത്താവരോട് പറയാണ്, അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളുടെ കൂടി ഇരുന്ന് നിങ്ങളെ സഹിക്കും. സ്തോത്രം. നോക്കിക്കേ, കർത്താവ് പറയാണ് 45 വാക്യം, എന്താ കർത്താവ് അവരോട് പറയുന്നതെന്നൊന്നും തിരിച്ചറിയാൻ കഴിയാതെ വണ്ണം ആ വാക്കുകൾ അവർക്ക് മറഞ്ഞിരുന്നു. സ്തോത്രം. മറഞ്ഞിരുന്നു. ഇങ്ങനെയൊക്കെ നമ്മുടെ ബുദ്ധിയെ മറയ്ക്കുന്ന വിഷയങ്ങളുണ്ട്. സ്തോത്രം. 46 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ അവരുടെ ഇടയിൽ ഒരു ഗ്രൂപ്പ് കളി. എന്താ, ആരാണ് വലിയവൻ? ഞങ്ങളുടെ ഇടയിൽ ആരാണ് വലിയവൻ? ഇന്നും അന്നുമുള്ള ഭയങ്കര വിഷയമായി. ഇത് ഇന്നുമുണ്ട്, അന്നുമുണ്ട്. ഇന്ന് പിന്നെ കുറച്ചുകൂടെ പോപ്പുലാരിറ്റി കൂടിയെന്നേ ഉള്ളൂ, സോഷ്യൽ മീഡിയയുടെ സ്വാധീനമുള്ളൂ. പക്ഷേ അവരുടെ ഇടയിൽ ആരാണ് വലിയവൻ? സ്തോത്രം. 49, 50 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കിടപ്പുണ്ട്. 55 വാക്യത്തിൽ അതാണ് വളരെ ക്രിട്ടിക്കലായ കാര്യം. 55 വാക്യം നോക്കിക്കേ, വായിക്കേണ്ട, നോക്കിയാൽ മതി. നിങ്ങൾ ഏത് ആത്മാവിന് അധീനരാണ് എന്ന് നിങ്ങൾ പോലും അറിയുന്നില്ല. ഇന്ന് രാത്രിയിൽ ഈ പറഞ്ഞ ലിസ്റ്റിനകത്ത് ഏതെങ്കിലും കാര്യങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നെങ്കിൽ, ഈ കൂടാരത്തെ രാത്രി പ്രാർത്ഥനയ്ക്കകത്ത് ഈ മീറ്റിംഗ് ആശീർവാദം പറയുന്നതിന് മുൻപ് അത് ബുദ്ധിയുടെ മേലാണെങ്കിലും മനസ്സിൻ്റെ മേലാണെങ്കിലും ആത്മതലത്തിൻ്റെ മേലാണെങ്കിലും അതിനകത്തുനിന്ന് നമ്മൾ പുറത്തു വന്നേ പറ്റൂ. ദൈവത്തിന് സ്തോത്രം. സ്തോത്രം. നിങ്ങൾ ഏതാത്മാവിന് അധീനർ എന്ന് നിങ്ങൾ അറിയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. രക്തത്താൽ ജയം. അവിടുന്ന് കർത്താവ് മുമ്പോട്ട് പോയി 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 70 പേരെ കർത്താവ് തെരഞ്ഞെടുത്തു. അവർ ഈ 12 പേരുടെ ഗ്രൂപ്പിലില്ല. അവർക്ക് ഒരു നിയമനം മാത്രം കർത്താവ് കൊടുത്തു. അവരുടെ മുമ്പിൽ ദുരാത്മാക്കൾ കീഴടങ്ങി, ഭൂതാത്മാക്കൾ കീഴടങ്ങി. കർത്താവർക്കൊരു അധികാരം കൊടുത്തു. അതിനുശേഷം കർത്താവ് പറയുന്നൊരു വാക്കാണ്, ചെറിയ ആട്ടിൻകൂട്ടമേ, നിങ്ങൾ ഭയപ്പെടേണ്ട, എൻ്റെ പിതാവ് നിങ്ങൾക്ക് രാജ്യം തരുവാൻ പ്രസാദിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഇന്ന് രാത്രി കർത്താവ് നമ്മളെ പണിതെടുത്ത് നമ്മുടെ കണ്ണിനും നമ്മുടെ മനസ്സിനും നമ്മുടെ ആഗ്രഹങ്ങൾക്കകത്തുനിന്നും ഒക്കെ നമ്മളെ പുറത്തു കൊണ്ടുവന്ന്
കർത്താവിൻ്റെ കയ്യിൽ ഒരു ചെറിയ ആടാക്കി, ഒരു ആട്ടിൻകൂട്ടമാക്കി നമ്മളെ നിർത്തിയിട്ട് കർത്താവ് പറയാണ്, നിന്റെ വഴിക്കപ്പുറത്ത്, നിന്റെ ആഗ്രഹത്തിനപ്പുറത്ത്, നിന്റെ പദ്ധതിക്കപ്പുറത്ത് എൻ്റെ പിതാവ് ഇഷ്ടപ്പെട്ടത് എന്തൊക്കെയോ അത് ഇന്ന് രാത്രി നിന്റെ മേൽ ഞാൻ ഇമ്പാർട്ട് ചെയ്യാൻ പോകുകയാണ്. സ്തോത്രം. നമ്മൾ ഒന്ന് രണ്ട് വാക്യങ്ങളൊന്ന് വായിച്ച് വേഗം ഞാൻ അവസാനിപ്പിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകത്തിന്റെ 6-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, സ്തോത്രം, 6-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം ഒന്ന് വായിക്കുമോ? 15-ാമത്തെ വാക്യം, 6:15. അവൻ അവനോട്, അയ്യോ കർത്താവേ, ഞാൻ ഇസ്രായേലിനെ എങ്ങനെ രക്ഷിക്കും? മനശ്ശെയിൽ എന്റെ കുലം എളിയതും എന്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവനുമല്ലോ എന്ന് പറഞ്ഞു. മതി. കഴിഞ്ഞ 7 വർഷമായി, സ്തോത്രം, ഇസ്രായേൽ മക്കളെ വല്ലാതെ പീഡിപ്പിക്കുന്ന, ഞെരുക്കുന്ന ഒരു വിഷയമാണ് 6-ാമത്തെ അധ്യായം. ദൈവം ഏൽപ്പിച്ചതാകട്ടോ. സ്തോത്രം. 6:1 വായിക്കുന്നുണ്ട്, യഹോവ, ആമേൻ, സ്തോത്രം, ഇസ്രായേൽ മക്കളെ മിഥ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു. സ്തോത്രം. ഈ ഏൽപ്പിക്കുകയും വിൽക്കുകയും രണ്ടും രണ്ട് പദമാണ്. അത് ബൈബിളിലെ പ്രയോഗമാണ്. ഇസ്രായേൽ മക്കളെ പല സന്ദർഭങ്ങളിലും വിറ്റുകളഞ്ഞു എന്ന പദമുണ്ട്. എന്നിട്ട് വായിക്കുന്നു, ഏൽപ്പിച്ചു കൊടുത്തു. എത്ര വർഷത്തേക്ക്? 7 വർഷത്തേക്ക്. സ്തോത്രം. 70 വർഷത്തേക്ക് ദൈവം പ്രവാസത്തിന് വിട്ടു. 400 വർഷത്തേക്ക് ദൈവം പ്രവാസത്തിന് അയച്ചു. എന്നാൽ 7 വർഷത്തിന് ദൈവം ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ അതിനർത്ഥം 7 വർഷം കഴിയുമ്പോൾ ആ പ്രവാസം മാറും, ആ നുകമഴിയും. അത് ഇന്ന് രാത്രിയിലാകട്ടെ അതിൻ്റെ ഡ്യൂ ഡേറ്റ്, ഇന്ന് രാത്രിയിലാകട്ടെ അതിൻ്റെ എക്സ്പയറി ഡേറ്റ്, ഇന്ന് രാത്രിയിലാകട്ടെ നമ്മുടെ ഒരു പുറപ്പാടിൻ്റെ വഴി തുറക്കുന്നത്. സ്തോത്രം. 7 വർഷത്തിൻ്റെ പൂർത്തീകരണമായപ്പോൾ ദൈവം ഒരുവൻ്റെ മനസ്സിനെ ഉണർത്തി. സ്തോത്രം. ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞതിനർത്ഥം എന്നാ? ഞാൻ അല്ലെങ്കിൽ സൈമൺ പാസ്റ്റർക്ക് നാളെയോ അടുത്ത ആഴ്ചയോ അടുത്ത മാസമോ യൂറോപ്പിലേക്കൊരു വഴി തുറന്നു എന്നിരിക്കട്ടെ. സ്തോത്രം, സ്തോത്രം. സന്തോഷിക്കുന്നവർക്കായി സ്തോത്രം. പോകട്ടെ, കർത്താവിൻ്റെ ദാസന്മാർ പോട്ടെ. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, പാസ്റ്റർ, നമ്മൾ രണ്ടുപേരും കഴിഞ്ഞ ആഴ്ച തമിഴ്നാട്ടിൽ ഒന്നിച്ചു പോയതല്ലേ, ഈ വണ്ടി സഞ്ചരിക്കാൻ നല്ല വണ്ടി, അതുകൊണ്ട് പാസ്റ്റർ എടുത്തോ, ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നാൽ മതി എന്ന് പറഞ്ഞ് ആ വണ്ടി ഇവിടെ കൊണ്ടുവന്ന് താക്കോലും എൻ്റെ കയ്യിൽ തന്നു. ഒരു ഫുൾ ടാങ്കി പെട്രോൾ അടിച്ചെന്ന് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചെന്ന് വെച്ചു. സ്തോത്രം. അടുത്ത 2 മാസം കഴിഞ്ഞ് യൂറോപ്പിലെ ശുശ്രൂഷയും കഴിഞ്ഞ് യാത്രയും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എന്നോട് പറയും, പാസ്റ്റേ, ഞാൻ തിരികെ എത്തി, കാറ് തിരികെ ഏൽപ്പിക്കണം. സ്തോത്രം, സ്തോത്രം. കാറ് തിരിച്ച് ഏൽപ്പിക്കണം. സ്തോത്രം. അതിനർത്ഥം എന്നാ? പറഞ്ഞ പോയ സമയം കഴിഞ്ഞു, ഏൽപ്പിച്ചേ പറ്റൂ. സ്തോത്രം. അതിനർത്ഥം ചില കാര്യങ്ങൾ ദൈവം നമ്മെ ഏൽപ്പിച്ചതാ. ആ കഷ്ടതയ്ക്കകത്തൂടെ, ആ വെള്ളത്തിലൂടെ, ആ പ്രതിസന്ധിയിലൂടെ, ആ സാമ്പത്തിക കഷ്ടത്തിലൂടെ, ആ മരണ അനുഭവങ്ങളിലൂടെ, ആ ഏകാന്തതയിലൂടെ, ആ തകർച്ചകളിലൂടെ, ആ നിന്ദയിലൂടെയൊക്കെ നമ്മൾ പോകണമെന്നുള്ളത് ദൈവപദ്ധതിയുടെ ഭാഗമാണ്. പക്ഷേ അതെന്നും നിലനിൽക്കുന്നതല്ല, അതെന്നും അങ്ങനെ തുടരത്തില്ല. ഇന്ന് രാത്രി ആരോടോ കർത്താവ് പറയുന്നു, ആലീസ് എബ്രഹാം സിസ്റ്ററെ, അതെന്നും അങ്ങ് തുടരത്തില്ല. ആ കഷ്ടതയുടെ കയ്പ് എന്നും അങ്ങനെ തുടരത്തില്ല. ആ ഇരുട്ടിൻ്റെ സ്വാധീനങ്ങൾ എന്നും അങ്ങനെ തുടരത്തില്ല. അതിനൊരു ഡ്യൂ ഡേറ്റ് ഉണ്ട്, അതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്, അതിനൊരു കാലാവധിയുണ്ട്. ഈ രാത്രി കൂടാരം പ്രാർത്ഥനയുടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പരിശുദ്ധാത്മാവിൽ പൂർണ്ണമായി ആശ്രയിച്ച് ചിലരെ നോക്കി പ്രവചിച്ചു പറയുന്നു, ഈ രാത്രി ദൈവദാസൻ ഈ രാത്രി മീറ്റിംഗ് ആശീർവാദം പറയുന്നതിന് മുൻപ് അർദ്ധജന ഹസിയരെ ഗച്ഛുനിയ അർഗജ ലഗക്ഷന ഘടകസ്യാധന അമേൻ. രാത്രിയിൽ അവിടെ വിളക്ക് കെട്ടുപോകാൻ അനുവദിക്കത്തില്ലാത്ത പരിശുദ്ധാത്മാവ് ഈ രാത്രി ചില ഇരുളിൻ്റെ നടുവിൽ നിന്ന് ഭാരപ്പെടുന്നതിനോട് ആത്മാവ് ഇടപെടുന്നു. നിന്റെ വിളക്കണയാൻ അണയ്ക്കാൻ ഇരുട്ടിന് കഴിയത്തില്ല. നിന്റെ വിളക്കിനെ തല്ലിക്കെടുത്താൽ ഓരിരുട്ടിനും അധികാരമില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ രാത്രിയിലാകട്ടെ അതിൻ്റെ എക്സ്പയറി ഡേറ്റ്. ആമേൻ. കരമുയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തേ. സ്തോത്രം. ഏൽപ്പിച്ചതാണ്. പക്ഷെ 7 വർഷം കഴിഞ്ഞപ്പോൾ അവരുടെ മേലൊരു വിടുതലിൻ്റെ കരം വീണ്. നമുക്കറിയാം കാര്യങ്ങൾ. സ്തോത്രം. നോക്കിക്കേ, ഇവിടെ ഒരാളെ ദൈവം ഉപയോഗിക്കുക, ഒരുവനെ ദൈവം ഉപയോഗിക്കുക. ഇവരെ ഈ ദൈവദാസൻ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ് ഇദ്ദേഹം പറഞ്ഞത്? മനശ്ശെയിൽ എൻ്റെ കുലം എളിയതും എൻ്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവനും.
ഇങ്ങനൊരു പദം ഒരു പ്രാർത്ഥനക്കാരൻ്റെ നാവിൽ നിന്നും വരാനുള്ള കാരണം എന്നാ? അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ സ്തോത്രം 5-ാമത്തെ വാക്യത്തിൽ കിടപ്പുണ്ട്. അവർ തങ്ങളുടെ കന്നുകാലികളും കൂടാരങ്ങളുമായി പുറപ്പെട്ട് വെട്ടുക്കിളികളെ പോലെ കൂട്ടമായി വരും. കൂട്ടമായി വരും. അവരും അവരുടെ ഒട്ടകങ്ങളും അസംഖ്യമായിരുന്നു. സ്തോത്രം. അവരും അവരുടെ കൂട്ടങ്ങളും അസംഖ്യമായിരുന്നു. ഇന്ന് രാത്രിയിൽ നിന്റെ കണ്ണുകൊണ്ട് നീ നോക്കുമ്പോൾ, നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ, നമ്മൾ ചെറിയതും നമ്മുടെ പ്രതികൂലം വലുതുമായി തോന്നുന്നുണ്ടോ? സ്തോത്രം. നമ്മൾ ചെറിയതും നമ്മുടെ പ്രതിസന്ധി വലുതുമായി തോന്നുന്നുണ്ടോ? നമ്മൾ ചെറിയതും നമ്മുടെ രോഗം വലുതുമായി തോന്നുന്നുണ്ടോ? നമ്മൾ ചെറുതും നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധി വലിയതുമായി നമുക്ക് തോന്നുന്നുണ്ടോ? എന്നെ ചിലത് ഇപ്പോൾ വിഴുങ്ങിക്കളയും, ഇപ്പോൾ എന്നെ ചിലത് ഒഴുക്കിക്കൊണ്ടു പോകും എന്ന് തോന്നുന്നുണ്ടോ? ആ പ്രതിസന്ധിക്കകത്ത് ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, നീ ചെറുതല്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ രാത്രി കർത്താവ് ജനോട് പറയുന്നു, നീ ചെറുതല്ല. സ്തോത്രം. ഏതൊക്കെ താഴ്ചകൾ, ഏതൊക്കെ ബലഹീനതകൾ, ഏതൊക്കെ പ്രതിസന്ധികൾ നിന്നെ ചെറുതായി കാണാൻ ആഗ്രഹിച്ചോ, അവരുടെ കണ്ണുകൾക്ക് മുമ്പിൽ, അവരുടെ മുൻപിൽ ഈ രാത്രി കർത്താവ് നിനക്ക് വേണ്ടി ചില ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് മുമ്പോട്ട് വായിക്കുമ്പോൾ അറിയാം, അതൊരു കൂട്ടമായിട്ട് വരും. ഇസ്രായേൽ മക്കളുടെ കരുതലുകളും ആഹാരങ്ങളും സമ്പത്തുമൊക്കെ അപഹരിച്ചു കൊണ്ടുപോകും. ഇത് ചില വർഷങ്ങളായി നടക്കുന്നൊരു സിസ്റ്റമാ. അങ്ങനെ നടന്ന് ഇപ്പോൾ ഇസ്രായേൽ മക്കൾ ഏറ്റവും ക്ഷയിച്ചു. അവർ ചെറുതായി തോന്നി. അതുകൊണ്ട് ഇപ്പോൾ ഗിദെയോന് പോലും ദൈവത്തോട് പോലും പറയുകയാണ്, ഞാൻ ചെറിയതാ. പക്ഷേ ദൈവം ഗിദെയോനോട് പറയാണ്, ആമേൻ, ഒരൊറ്റ മനുഷ്യൻ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് കയറി വരുന്നത് പോലെ കഴിഞ്ഞ 7 വർഷത്തിൻ്റെ കുരുക്ക് ഞാൻ നിന്റെ മേൽ നിന്നും അഴിക്കും. ഞാൻ സാക്ഷ്യം പറയാം. ഞാൻ ഈ കാര്യം തിരുവല്ല പട്ടണത്തിൽ ഒരു വീട്ടിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ആ വീട്ടിലെ പ്രശ്നത്തിൻ്റെ കാലാവധി എനിക്കറിയത്തില്ല. ആ വീട് വെച്ചതിൻ്റെ ശേഷം ഞാൻ അന്ന് അവിടെ നിൽക്കുന്ന ആ സമയം 7-ാമത്തെ വർഷം. 7 വർഷമായിട്ടും ആ വീട്ടിലെ കുരു കഴിഞ്ഞിട്ടില്ല. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ചില സമയത്തൊക്കെ കർത്താവ് ചില കാര്യങ്ങൾ ഹൃദയത്തിൽ തോന്നും. ഞാൻ പറഞ്ഞ അച്ചായ, ആ പറഞ്ഞ വിഷയം ആ ആളുകളുടെ പേരെല്ലാം കൂടെ ഒരു വെള്ളപ്പേപ്പറിൽ എഴുതാൻ പറഞ്ഞു. ഞങ്ങൾ തിരുവല്ല പട്ടണത്തിൽ ആ വീട്ടിൽ നിൽക്കുക. സ്തോത്രം. അദ്ദേഹം പെട്ടെന്നൊരു പേപ്പർ എടുത്തു, കാര്യങ്ങൾ എഴുതി. സ്തോത്രം. കർത്താവിനോട് പറഞ്ഞു, വിശ്വാസത്താൽ ആ എഴുതിയ പേര് ഉൾപ്പെട്ട പേപ്പർ 3-4 കഷണങ്ങളായിട്ട് കീറി യേശുവിൻ്റെ നാമത്തിൽ ജയം പ്രഖ്യാപിക്കാൻ പറഞ്ഞു. അന്നൊരു സ്പെഷ്യൽ പ്രയർ ആ വീട്ടിൽ വെച്ചിരിക്കുക. പിറ്റേ ദിവസം അദ്ദേഹത്തിന് തിരുവല്ല കോടതി പോകണം. അദ്ദേഹത്തിൻ്റെ പേരിൽ, അദ്ദേഹം ചെയ്യാത്തൊരു തെറ്റിൻ്റെ പേരിൽ കേസ് നടക്കുക. അദ്ദേഹത്തിന് ഇന്നുവരെ കോടതിയിൽ പോയ ചരിത്രമില്ല. കൈകളൊക്കെ വിറയ്ക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ദൈവം അത്ഭുതം ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് കേൾക്കണമോ? സ്തോത്രം, സ്തോത്രം. വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള, ഒപ്പം ഒരുപാട് ആഭിചാരങ്ങളും, ആമേൻ, ആ തലത്തിൽ നിൽക്കുന്ന ആളാണ് ഇദ്ദേഹത്തിൻ്റെ പ്രതിയോഗി. പോരാഞ്ഞ് ഇദ്ദേഹം അവിടുത്തെ ഒരു അഡ്വക്കേറ്റും കൂടെയാണ്. സ്തോത്രം. ഈ ശുശ്രൂഷ ഞങ്ങൾ ചെയ്തു. ഞാൻ പറഞ്ഞു, വിശ്വാസത്താൽ അച്ചായൻ പൊക്കൂ. ദൂതനെ മുൻപിൽ ദൈവം അയച്ചിട്ടുണ്ട്. കാര്യങ്ങൾ ദൈവം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു ദൂത് പറയാം. പ്രാർത്ഥനാമുറിയിൽ നീ ചില കാര്യത്തെ തീർപ്പ് കൽപ്പിച്ചാൽ നിന്റെ വിഷയം നിനക്ക് മുമ്പിൽ കീഴടങ്ങിയിരിക്കും. എത്ര പേര് ദൂത് ഏറ്റെടുത്തു? പ്രാർത്ഥനാ റൂമിൽ വെളിപ്പെടുന്ന ദൈവശബ്ദത്തെ നീ ആത്മാവിൽ സ്വീകരിച്ച്, നീ വിശ്വസിച്ച്, അതിനകത്ത് നീ വിശ്വസിച്ചുകൊണ്ട് ചെയ്താൽ, ഈ രാത്രി ഞാൻ വിശ്വാസത്താൽ പറയാം, സ്തോത്രം, അത് നിന്റെ പ്രാക്ടിക്കൽ ലൈഫിൽ വെളിപ്പെട്ടു വന്നിരിക്കും. ഒരു മരത്തിൻ്റെ കൊമ്പ് വെട്ടിയെറിഞ്ഞപ്പോൾ ഇരുമ്പ് പൊങ്ങിയത് ലോജിക്കുള്ളവൻ വിശ്വസിക്കാൻ കഴിയത്തില്ല. പക്ഷേ ആത്മാവുള്ളവൻ പറയും, പ്രവാചകൻ കാണിച്ച ഭോഷത്വമെന്ന് നിനക്ക് തോന്നാം, അത് ആത്മാവുള്ളവൻ്റെ ഭാഷയാണ്. ദൈവത്തിന് സ്തോത്രം. ചുരുക്കത്തിൽ ഞാൻ പറയാം, പിറ്റേ ദിവസം അദ്ദേഹം തിരുവല്ല കോടതിയിൽ ചെല്ലുമ്പോൾ ദൂരവേ കണ്ടു, ആമേൻ, ഒരു കാവി കളറുള്ള ഒരു ഷർട്ടൊക്കെ ഇട്ട്, സ്തോത്രം, നെറ്റിക്കും കയ്യേലുമൊക്കെ കുറിയൊക്കെ തേച്ച് ഈ മനുഷ്യൻ ഒരു ഫയലുമായി നിൽക്കുക. 7 വർഷങ്ങൾ നീണ്ട ഒരു പ്രതിയോഗിയാണ് ഈ മനുഷ്യൻ. സ്തോത്രം. അദ്ദേഹത്തെ കണ്ടപ്പോഴേ ഈ ദൈവദാസന്റെ ഹൃദയത്തിൽ ഒരു വല്ലാത്ത ഭാരം വന്നു. പക്ഷെ പെട്ടെന്നൊരു കാര്യം ഇവിടെ നടന്നു. സെക്കൻഡുകൾക്കുള്ളിൽ കഴിഞ്ഞ 7 വർഷമായി ഭീഷണിയായി നിന്ന ഈ മനുഷ്യൻ
ആ കയ്യിൽ പിടിച്ച ഫയലുമായി മുൻപോട്ട് ഓടി വന്നു. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, സർ, എന്നോട് ക്ഷമിക്കണം, നമുക്കിനി കേസുമായി മുൻപോട്ട് പോകണ്ട, ഇത് കോടതിക്ക് പുറത്ത് വെച്ച് നമുക്ക് സെറ്റിൽ ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ചിന്നു സിസ്റ്ററെ, ഞാൻ ഈ പറയുന്ന സാക്ഷിയില്ലേ, ഇത് സെക്കൻഡ് ഹാൻഡ് സാക്ഷിയല്ല, ഇത് ഫസ്റ്റ് ഹാൻഡ് സാക്ഷ്യമാണ്. ദൈവത്തിന് സ്തോത്രം. ആരെങ്കിലും ഇതിനകത്ത് കേൾക്കുന്നവരുണ്ടെങ്കിൽ ലൈവായി ഞങ്ങളെ കേൾക്കുന്നവരോടും പറയാം, ആമീൻ, ഇതുവരെ തീരാതെ കിടക്കുന്ന ചില വ്യവഹാരങ്ങളുമായി നീ ഇന്ന് രാത്രിയിൽ ഭാരത്തോടെയാണ് ഈ ദൂത് കേൾക്കുന്നതെങ്കിൽ ഞങ്ങൾ ഒന്നിച്ച് പരിശുദ്ധാത്മാവിൽ ഡിക്ലെയർ ചെയ്യുന്നു, ഈ മാർച്ച് മാസം 20-ാം തീയതി അർദ്ധരാത്രിയിൽ 21-ലേക്ക് പ്രവേശിക്കുന്ന ഈ പ്രഭാതത്തോടടുക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൽ ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നു, നിന്റെ വസ്തുവുമായി, നിന്റെ കൂടാരവുമായി, നിന്റെ ബിസിനസ്സുമായി, നിന്റെ സാമ്പത്തിക നന്മയുമായി, കുടുംബജീവിതവുമായി അമ്മ കോടതിക്കകത്ത് നിന്നെ കയറ്റുമെന്ന് പറയുന്ന ചില ഇരുട്ടിൻ്റെ ശക്തിക്കെതിരെ ഞങ്ങൾ ആത്മാവിൽ ഒന്നിച്ചു നിന്നുകൊണ്ട് ഡിക്ലെയർ ചെയ്യുന്നു, അതിനകത്ത് നിന്നെ കയറ്റാൻ പരിശുദ്ധാത്മാവ് സമ്മതിക്കത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ റമന, ഞങ്ങൾ ചില വ്യവഹാരങ്ങളെ ക്യാൻസൽ ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ചില കോർട്ട് കേസുകളെ ക്യാൻസൽ ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ രക്തത്താൽ ജയം. നിങ്ങൾ കേൾക്കണമോ? ആ കോടതിക്ക് പുറത്തു വെച്ച് ആ ദൈവദാസൻ്റെ കേസ് കർത്താവ് സഹായിച്ച് ആമേൻ എന്നേക്കുമായി ഇല്ലാതായി. ആ ദൈവദാസന കൂടാരത്തിൽ ഒരു രാത്രി മീറ്റിംഗ് ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് വന്നത്. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ ഇന്ന് രാത്രിയിൽ പറയുന്നു, സ്തോത്രം, നീ പ്രാർത്ഥനാമുറിയിൽ ചെയ്യുന്ന ആ കാര്യം പ്രാക്ടിക്കൽ ലൈഫിൽ വെളിപ്പെട്ടു വരും. ദൈവത്തിന് സ്തോത്രം. ഞാൻ വേഗം മുൻപോട്ട് പോകുക. ഇപ്പോൾ ഗിദെയോൻ പറയുക, എൻ്റെ കുലമെളിയതാ, ഞാൻ ചെറുതാ. പക്ഷെ ദൈവം അവനെ തിരുത്തിയിട്ട് പറഞ്ഞു, നീ ചെറുതല്ല, നീ ഒറ്റ മനുഷ്യനെ പോലെ മിഥ്യാനിരെ തോൽപ്പിക്കും, അതുകൊണ്ട് നീ പോയിക്കോ. സ്തോത്രം, സ്തോത്രം. നോക്കിക്കേ, അവനൊരു യാഗം കഴിക്കാൻ തയ്യാറായി. അവൻ എന്ത് ചെയ്തു? ഒരു കൊട്ടയ്ക്കകത്ത് സാധനമെല്ലാം ഒരുക്കിക്കൊണ്ട് വന്നു. ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞു, കൊട്ടയ്ക്കകത്തിരുന്നുള്ള പ്രാർത്ഥനയും ആരാധനയും അല്ല, പാറപ്പുറത്തിരുന്നാലേ ഇതിനകത്ത് തീയറം. സ്തോത്രം, സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് സൈമൺ പാസ്റ്ററോട് ചേർന്ന് ഞാൻ പറയാം, വീഡിയോ ഓൺ ചെയ്താലേ ചില ദൂത് വെളിപ്പെടുത്തുള്ളൂ. കൊട്ടയ്ക്കകത്തിരുന്നാൽ ഇന്നും അവിടെ ഇരിക്കാം, പക്ഷേ പാറയിലോട്ട് കയറ്റി വെച്ചാൽ ദൂത് വെളിപ്പെടും, തീ കത്തും, ആമേൻ, ആത്മാവിൽ ആരാധിക്കും, വിചാരി വിട്ടുപോകും, ജയമെടുക്കും. ഇങ്ങനെയൊക്കെ പറയാനേ ഞങ്ങൾക്ക് കഴിയത്തുള്ളൂ. കാരണം ഇടത് കൈ കൊണ്ട് അടിച്ചേച്ച് വലത് കൈ കൊണ്ട് താങ്ങണമല്ലോ. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. രക്തത്താൽ ജയം. ശ്രദ്ധിച്ചേ, സ്തോത്രം. ദൂതൻ വന്ന് വഴക്ക് പറഞ്ഞേച്ച് പറഞ്ഞു. സ്തോത്രം. സൈമൺ പാസ്റ്റർ, എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്, ഇങ്ങനെയൊക്കെ വഴക്ക് പറഞ്ഞാൽ ആളുകൾ കൂടെ നിൽക്കുമോന്ന്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഞങ്ങളുടെ സഭയിൽ ആരെയും വഴക്ക് പറയാറില്ല, കാരണം എപ്പോഴാണ് പോകുന്നതെന്ന് അറിയത്തില്ല, പേടിയാ വഴക്ക് പറയാൻ. സ്തോത്രം. ആമേൻ. ഇവിടെ ദൂതൻ വന്ന് വഴക്ക് പറയാം, എടാ കൊട്ടയ്ക്കകത്തല്ലടാ ആരാധന, സ്തോത്രം, കൊട്ടയ്ക്കകത്തല്ലടാ പ്രാർത്ഥന, നീ പാറയിലോട്ട് കയറ. ആമേൻ. കഴിഞ്ഞ ദിവസം ഞാൻ വേദപുസ്തകം പഠിച്ചപ്പം ഒരു കാര്യം കർത്താവിനെ പഠിപ്പിച്ചു. ഈ എബ്രായ ലേഖനത്തിൽ ഒരു വാക്യമുണ്ടല്ലോ മാസേ, സ്തോത്രം, ജഡപ്രകാരമുള്ള നമ്മുടെ പിതാക്കന്മാർ നമ്മെ ശാസിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നു. അമേൻ. ഒരു യഹൂദ കൊച്ചൻ 12-ാമത്തെ വയസ്സിൽ 630 അമേൻ ന്യായപ്രമാണത്തിൻ്റെ കൽപ്പനകൾ അമേൻ പള്ളിയിൽ ചെന്ന് പറഞ്ഞ്, സൺഡേ സ്കൂളിലുള്ള ഒരു വാക്യം പറയുന്ന പോലെ പറഞ്ഞ് കേൾപ്പിച്ചിരിക്കണം. അതാണ് യഹൂദൻ്റെ പുത്രൻ്റെ അമേൻ പാഠം. സ്തോത്രം. അതുകൊണ്ടാണ് യേശു 12-ാമത്തെ വയസ്സിൽ പള്ളിയിൽ കൊണ്ടുപോയി അവനെ നോക്കുമ്പം അന്ന് മൂപ്പന്മാരും സെൻട്രൽ പാസ്റ്റർമാരും ഇരിക്കുമ്പോൾ അവരെക്കാൾ ജ്ഞാനമാണ് 12 വയസ്സുള്ള യേശുവിന്. അവൻ്റെ ജ്ഞാനത്തിലും ഉത്തരത്തിലും മറുപടിയിലും അവർക്ക് വിസ്മയം തോന്നി. ദൈവത്തിന് സ്തോത്രം. കാരണം ഇത് 12-ാമത്തെ വയസ്സിൽ ഒരു കുഞ്ഞവിടെ പറഞ്ഞ് കേൾപ്പിക്കണം. ദൈവത്തിന് സ്തോത്രം. ഒരു യഹൂദൻ്റെ കുഞ്ഞിനെ ശാസിക്കുന്ന 4 വിധത്തിലാണ്. ഒന്ന്, ആദ്യം ഗുണദോഷിക്കും. 2, ബുദ്ധി ഉപദേശിക്കും. 3-ാമത്തത് ശാസനയാണ്. 4-ാമതാണ് അമേൻ അടി കൊടുക്കുന്നത്. വടിയെടുത്ത് നല്ല 1-ാം തരം വടിയടിക്കും. അടി കിട്ടിക്കഴിയുമ്പോൾ ഈ മോൻ എന്ത് ചെയ്യണം? യഹൂദൻ്റെ സിസ്റ്റമാണ്, അതാ പൗലോസ് എഴുതുന്നത്. വടി കിട്ടിക്കഴിയുമ്പോൾ ഈ കുഞ്ഞ് അടിച്ച അപ്പനെ വണങ്ങണം, അടിച്ച അമ്മയെ വണങ്ങണം. എന്നാ അതാ ദാവീദ് മറ്റൊരു സങ്കീർത്തനത്തിൽ പറഞ്ഞത്, നീതിമാൻ എന്നെ അടിക്കുന്നത് ദയ, അത് എൻ്റെ തലയ്ക്കൊരു എണ്ണ.
വായിച്ചിട്ടില്ലേ സങ്കീർത്തനത്തിൽ? സ്തോത്രം. ഇതൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങളുടെ സ്തോത്രവും നിങ്ങളുടെ മുഖത്തെ സന്തോഷമൊക്കെ പോയി. സ്തോത്രം. ആമേൻ. ജഡപ്രകാരം നമ്മുടെ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നു എന്ന പൗലോസ് എഴുതാനുള്ള കാരണം ഇതാണ്. സ്തോത്രം. നോക്കിക്കേ, സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ചില ശാസനകൾ, ചില ബാലശിക്ഷകൾ, ചില വിശുദ്ധീകരണങ്ങൾ ഒക്കെ നമുക്ക് നന്മയ്ക്കാണ്. സ്തോത്രം ചെയ്താട്ടെ, സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. ചില ശാസനകൾ ഏറ്റെടുക്കണം, ചില ബാലശിക്ഷകൾ ഏറ്റെടുക്കണം. കർത്താവ് തരുന്ന ശിക്ഷകൾ നമുക്ക് അനുഗ്രഹമാണ്. ആമേൻ. സ്തോത്രം. അത് തൽക്കാലം സന്തോഷമല്ലെന്ന് തോന്നും, എന്നാൽ പിന്നത്തേതിൽ അത് സന്തോഷമായിട്ട് മാറും. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ദൂതൻ വന്ന് വഴക്ക് പറയുകയാണ്, ശാസിക്കുകയാണ്. കൊട്ടയ്ക്കകത്തല്ല, പാറയിലോട്ട് കയറ്റണം. പാറയിൽ കയറ്റി ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. ദൈവം വന്ന് വീണ്ടും പറയുകയാണ്, ദൂതൻ ഇറങ്ങിയിട്ട് പറയുകയാണ്, ആമേൻ, നിന്റെ അപ്പൻ്റെ കാളെ വെട്ടണം, നിന്റെ വീടിൻ്റെ കെട്ട് പൊട്ടിക്കണം. സ്തോത്രം. ദേശത്തിൻ്റെ കെട്ട് പൊട്ടുന്നതിന് മുൻപ് നിന്റെ വീടിൻ്റെ കെട്ട് പൊട്ടണം. സ്തോത്രം. നിന്റെ കുടുംബത്തിനകത്ത് ഇന്ന് രാത്രി ചിലതിന് വെട്ടുകൊള്ളാനുണ്ട്. നിന്റെ അപ്പൻ്റെ കാളയായ, ഇളയ കാളയായ, 7 വയസ്സുള്ള രണ്ടാമത്തെ കാളയെ അതിന് മുകളിൽ യാഗം കഴിച്ച് അതിന് മുകളിൽ നിയമപ്രകാരം ഒരു യാഗപീഠം പണിയണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൂതനെ കണ്ടപ്പോൾ ഞാൻ മരിക്കുമോ എന്നുള്ള പേടിയിൽ, സ്തോത്രം, ഈ മനുഷ്യൻ ഒരു യാഗപീഠം പണിതു. അതിന്, സ്തോത്രം, യഹോവ ശാലോം എന്ന് പേരിട്ടു. സ്തോത്രം. ആദ്യത്തെ യാഗപീഠം. ദൂതനെ കണ്ടപ്പോൾ പുള്ളിയുടെ അകത്ത് അങ്കലാപ്പിളകി. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മുട്ടാടിപ്പോയി. കാരണം ഇനി മരിച്ചു പോകും. ദൂതനെ കണ്ടാൽ പിന്നെ മരിച്ചു പോകും. സ്തോത്രം, സ്തോത്രം. പുറപ്പാട് പുസ്തകത്തിൽ മോശയ്ക്കൊരിക്കലൊരു ആഗ്രഹം, എന്നാ എനിക്ക് നിന്റെ മുഖമൊന്ന് കാണണം. പക്ഷേ കർത്താവ് പറഞ്ഞു, മുഖം കണ്ടേച്ച് പിന്നെ ആരും ജീവിച്ചിരിക്കത്തില്ല. നമ്മൾ മുഖം കാണാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഏറ്റവും അടുത്ത ദിവസം കർത്താവിൻ്റെ മുഖം നമ്മൾ കാണും. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ശ്രദ്ധിച്ചേ, മോശയുടെ മനസ്സിനകത്തൊരു ആഗ്രഹം, എനിക്ക് കർത്താവിൻ്റെ മുഖം ഒന്ന് കാണും. കർത്താവ് പറഞ്ഞു, മുഖം കാണിക്കത്തില്ല, ഞാൻ നിന്നെ പാറയുടെ പിളർപ്പിൽ മറച്ചു വെക്കാം, എന്നിട്ട് ഞാൻ പോകുമ്പോൾ എൻ്റെ പിൻഭാഗം കാണാം. സ്തോത്രം. ശ്രദ്ധിച്ച്, ഞാൻ ദൂത് പറയാൻ വരിക. ദൈവം കടന്നു പോയപ്പോൾ ദൈവത്തിൻ്റെ പിൻഭാഗം കണ്ട മോശ ആ പ്രാപിച്ച ദൈവസാന്നിധ്യത്തിനകത്ത് അവൻ്റെ അപ്പൻ ജനിക്കുന്നതിന് മുൻപ്, അപ്പൻ്റെ വല്യപ്പൻ ജനിക്കുന്നതിന് മുൻപ്, വല്യപ്പൻ്റെ മുത്തച്ഛൻ ജനിക്കുന്നതിന് മുൻപ്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് തുടങ്ങുന്ന ചരിത്രം, മനുഷ്യ സൃഷ്ടിക്ക് മുൻപുള്ള ചരിത്രം എഴുതാൻ ദൈവം മോശയുടെ കൈകൾക്ക് ബലം കൊടുത്തെങ്കിൽ പ്രതികരിച്ചില്ല. ദീപു മാത്രമേ പ്രതികരിച്ചുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. പുറം കണ്ടവൻ, ആമേൻ, പിൻപോട്ട് നോക്കി മനുഷ്യകുലത്തിൻ്റെ ചരിത്രം, പ്രപഞ്ചത്തിൻ്റെ ചരിത്രം എഴുതിയെങ്കിൽ ഇന്ന് രാത്രിയിൽ പുതിയ നിയമത്തിൻ്റെ പുത്രത്വത്തിൻ്റെ ആത്മാവിൽ നമ്മൾ ചിലത് എഴുതാൻ പോകുകയാണ്. രക്തത്താൽ ജയം. ആരോടോ ഈ പ്ലാറ്റ്ഫോമിൽ ദൈവാത്മാവ് ഇടപെടുന്നു. നിന്റെ കൈകൾ കൊണ്ട് ചില ചരിത്രങ്ങൾ പുറത്തു വരും. രക്തത്താൽ ജയം. ഈ രാത്രിയിൽ ആത്മാവിൽ പ്രാർത്ഥിച്ച് നിന്റെ കൈകൾ കൊണ്ട് ചില ചരിത്രരേഖകൾ പുറത്തു വരും. ആമേൻ. നിന്റെ കൈകളാൽ ചില രേഖകൾ നീ എഴുതി മുദ്രയിടും. ഈ രാത്രിയിൽ ആത്മാവ് പറയുന്നു, നിന്റെ കൈകൾ കൊണ്ട് നീ ചിലത് എഴുതി സൈൻ ചെയ്യും. വിശ്വസിക്കുന്നവർ ആത്മാവിൽ ചേർന്ന് പ്രതികരിച്ചേ. പരിശുദ്ധാത്മാവിൽ ഈ രാത്രി ചിലർ വിക്കനായ മോശയെ കൊണ്ട് മനുഷ്യ സൃഷ്ടിയുടെ ചരിത്രം എഴുതിച്ച് നമ്മുടെ കയ്യിൽ തന്നവൻ്റെ പേരാ പരിശുദ്ധാത്മാവ്. പ്രൈസ് ദി ലോർഡ്. ഇനി ഞാൻ മുമ്പോട്ട് വരാം. ദേ പത്മോസിൽ ഒരു ഉപദേശി കിടക്കുന്നു, വയസ്സ് 93. ലോകം പറഞ്ഞ് ഇനി ഉപദേശിയൊന്നും എഴുതത്തില്ല. സ്തോത്രം. അവിടെ എഴുതിയിട്ടുണ്ട്, കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി, ഞാനൊരാളുടെ മുഖം കണ്ടു. സ്തോത്രം. മുഖം കാണാൻ ആഗ്രഹിച്ച പഴയ നിയമഭക്തന് മുഖം കാണാൻ പറ്റിയില്ല. പക്ഷേ മുഖം കാണാനല്ല, നെഞ്ചോട് ചാരിക്കിടന്നവൻ, മാറിടത്തെ ശബ്ദം തിരിച്ചറിഞ്ഞവൻ ഇപ്പം ആ മുഖം കാണുക. എവിടെ കിടന്ന? പത്മോസിൽ കിടന്നുകൊണ്ട് മുഖം കാണുക ഒരുത്തൻ. നിങ്ങൾക്കൊരു സന്തോഷമില്ലെന്ന് തോന്നുന്നു. സ്തോത്രം.
പത്മോസിൽ കിടന്നുകൊണ്ട് പ്രാണനാഥന്റെ മുഖം കാണുക. സ്തോത്രം. അവൻ്റെ മുഖം കണ്ടു, അവൻ്റെ കൈകൾ കണ്ടു, അവൻ്റെ കാലുകൾ കണ്ടു, അവൻ്റെ തലയിലെ മുടിയുടെ ചിത്രം താൻ കണ്ടു. ഇതെല്ലാം കണ്ടപ്പോൾ താൻ മരിച്ചവനെ പോലെ താഴെ വീണു. ഒരു കൈ അവനെ തൊട്ടിട്ട് എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ ഞാൻ എന്നേക്കും ജീവിക്കുന്നു. മരണപാതാളങ്ങളുടെ താക്കോൽ എൻ്റെ കൈവശമുണ്ട്. നിന്റെ ആയുസിൻ്റെ താക്കോൽ മന്ത്രവാദിയുടെ കയ്യിലല്ല. നിന്റെ കുടുംബത്തിൻ്റെ ഭാവിയുടെ താക്കോൽ തൊട്ടപ്പുറത്തിരുന്ന് മണിയടിച്ച് ഹോമപീഠം പണിത് കരിങ്കോഴിയെ വെട്ടുന്ന ക്ഷുദ്രക്കാരൻ്റെ കയ്യിലല്ല. നിന്റെ കുടുംബത്തിൻ്റെ ഭാവി, നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി ഈ രാത്രി ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ കൈകളിലാണ്. You are in a secured zone. You are in a secured area. നീ ഒരു സെക്വേർഡ് ഏറിയയിലാണ്. വിശ്വസിച്ചേ, ദൈവത്തെ ആരാധിച്ചേ, ദൈവത്തിന് മഹത്വം കൊടുത്തേ. ഈ രാത്രി പരിശുദ്ധാത്മാവ് ചലിക്കുന്നു. ആത്മസാന്നിധ്യം നിന്റെ ബോഡിയിൽ തൊടുന്നു. രക്തത്താൽ ജയം. നിന്റെ ശരീരത്തിൽ ദൈവശക്തി വന്ന് തൊടുന്നു. രക്തത്താൽ ജയം. അമേ, രക്തത്താൽ ജയം. ജെസി ജിയോ, ആത്മാവ് പറയുന്നു നിന്റെ മേൽ ആ ശക്തി ഈ രാത്രി തൊടുന്നു. രക്തത്താൽ ജയം. ആത്മാവ് ചിലരെ തൊടുന്നു. രക്തത്താൽ ജയം, രക്തത്താൽ ചെയ്യും. നിന്റെ താക്കോൽ, നിന്റെ ഭാവി, നിന്റെ റൂട്ടുകൾ, അമേൻ, അപ്പുറത്തിരുന്ന അസൂയയുടെ ദൃഷ്ടി പതിക്കുന്ന അസൂയക്കാരൻ്റെ കൈകൾക്കകത്തല്ല. ഈ രാത്രി നിന്റെ ഭാവി ഇരിക്കുന്നത്, ദൈവദാസന്മാരെ, നിന്റെ പ്രാണനിരിക്കുന്നത് ഉയർത്തെഴുന്നേറ്റവന്റെ കയ്യിലാണ്. റഗജനി ഹസ്യദുരകൾ കൗടിവിരി റഗഞ്ജനാഥ ഘടകസ്യാഥന. ആത്മാവിൽ ബലപ്പെട്ടെ, ആത്മാവിൽ ശക്തിപ്പെട്ടെ. അമേ, കാറ്റടിക്കുമ്പോൾ അങ്ങോട്ട് ചായുന്ന, അമേ, കാറ്റ് തിരിച്ചു വീശുമ്പോൾ ഇങ്ങോട്ടായുന്ന ഒരു ചരിത്രമല്ല എൻ്റെ ചരിത്രം. ദൈവത്തിന് സ്തോത്രം. ആർക്കും ഇളക്കാൻ കഴിയാത്ത, ആർക്കും ഊരിക്കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു ശക്തമായ വിശ്വാസത്തിൻ്റെ ആഴമേറിയ ഉറപ്പ്. സ്തോത്രം, 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 സ്തോത്രം. കഴിഞ്ഞിടയിൽ എൻ്റെ പിതാവിൻ്റെ അനുജൻ്റെ അപ്പാപ്പൻ്റെ വൈഫ് മരിച്ചു കുറേ മാസങ്ങൾക്ക് മുമ്പാണ്. അപ്പം ഞാനും ഉണ്ട്. എൻ്റെ വീടിൻ്റെ തൊട്ട് മുകളിലാണ്. അപ്പം ഞാനും ഉണ്ടായിരുന്നു. അപ്പം ഇതിനിടയിൽ ഒരു കാര്യം അവിടെ സംഭവിച്ചു. മുൻപ് ഞങ്ങളുടെ പള്ളിയിലുണ്ടായിരുന്ന, അന്ന് ഞങ്ങൾ പള്ളിയിലായിരിക്കും, പള്ളിയിൽ ഇടവപ്പെട്ടക്കാരനായിരുന്ന അച്ഛനാണ് അന്ന് അവിടുത്തെ പ്രധാന ശുശ്രൂഷ. അപ്പം എനിക്ക് ചില നീളം കൂടുതലായതുകൊണ്ട് എവിടെ നിന്നാലും ആർക്കും എന്നെ കാണാം. അപ്പം അവസാനത്തെ ചൊല്ലും ചൊലുത്തുമോ കഴിഞ്ഞ് ബോഡി എടുക്കാൻ നേരം ഈ അച്ഛൻ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ദേട നിൽക്കുന്നു പ്രതിയോഗിയായി ഞാൻ. എന്നെ കാണുകയും ഈ അച്ഛൻ രണ്ട് കൈയും പൊക്കി പറഞ്ഞു, കർത്താവായ യേശുവേ, ഈ സഹോദരൻ സജിയെ എത്രയും വേഗം ഞങ്ങളുടെ ഇടവപ്പള്ളിയിലേക്ക് തിരിച്ചു കൊണ്ടുവരണേന്നു. സ്തോത്രം. അതിനേക്കാൾ ശബ്ദത്തിൽ പെട്ടെന്ന് ഞാൻ ശബ്ദമുയർത്തി പറഞ്ഞു, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ കർത്താവേ, സ്തോത്രം, ഈ പട്ടക്കാരനെ എത്രയും വേഗം എന്നുകൂടി ഇരുന്ന് ആരാധിക്കത്തക്കവണ്ണം വെള്ളത്തിലിറക്കി സ്നാനപ്പെടുത്തണമേ എന്ന്. കാര്യം പിടികിട്ടിയവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. ഈ അടുത്ത ദിവസം അദ്ദേഹത്തെ ഞാൻ തിരുവല്ല SC ജംഗ്ഷനിൽ വെച്ച് കണ്ടു. പോകാൻ നേരം എന്നോട് പറഞ്ഞു, മോനെ, എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അദ്ദേഹത്തിൻ്റെ മോൾ എപ്പോഴും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ചാറ്റ് ചെയ്യാറുണ്ട്. മസ്കറ്റിലാണ്, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, കുടുംബമായി ദൈവസഭയ്ക്കകത്താണ്. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം, സ്തോത്രം, സ്തോത്രം. വേഗം നമുക്ക് മുമ്പോട്ട് പോകാം, സമയം ഒത്തിരി പോകുന്നല്ലോ. സ്തോത്രം. അവനൊരു യാഗപീഠമുണ്ട്. ദൂതനെ ആരൊക്കെ കണ്ടിട്ടുണ്ടോ അവരൊക്കെ യാഗപീഠം പണിതിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിനർത്ഥം നിനക്കൊരു യാഗപീഠമുണ്ടോ, നിനക്കൊരു സ്പെഷ്യൽ ദൂതനുണ്ട്. സ്തോത്രം ചെയ്തില്ല. നിനക്കൊരു യാഗപീഠമുണ്ടോ, നിനക്കൊരു സ്പെഷ്യൽ ദൂതനുണ്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആ ദൂതൻ ഇറങ്ങി വന്നത് ഒരു പ്രത്യേക പ്രോജക്റ്റുമായിട്ടാണ്, ഒരു പ്രത്യേക കാര്യവുമായിട്ട്. അത് തീർക്കാതെ ആ ദൂതൻ തിരിച്ചു പോകത്തില്ല. സ്തോത്രം, സ്തോത്രം. അതിന് 7 വർഷമോ 70 വർഷമോ 400 വർഷമോ വിഷയമല്ല. ആ വന്ന ദൂതൻ ആ പ്രോജക്റ്റ് തീർക്കാതെ പോകത്തില്ല. സ്തോത്രം, സ്തോത്രം. ശ്രദ്ധിച്ചേ, ദാവീദിനൊരിക്കൽ ഒരു ചെറിയ വശപ്പശക് പറ്റി. സ്തോത്രം. അതെ, കുറേ ആളുകൾ മരിക്കേണ്ടി വന്നു. അവസാനം ദൂതനെ കണ്ടപ്പോൾ സ്തോത്രം, ഒർന്നാനും മക്കളും കളത്തിൽ നിന്ന് ഓടി മറഞ്ഞു.
പക്ഷേ ദാവീദ് ദൂതനെ കണ്ടപ്പോൾ ഒർന്നാൻ്റെ കളം വിലയ്ക്ക് വാങ്ങിച്ച് അവിടെ ഒരു യാഗപീഠം പണിതു ആരാധിച്ചപ്പോൾ നമ്മൾ ശമൂവേലിൻ്റെ അവസാനത്തെ അധ്യായത്തിൽ 2 ശമൂവേൽ അവസാനത്തെ അധ്യായത്തിൽ നമ്മളിങ്ങനെ 1 ശമൂവേൽ ലാസ്റ്റ് അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. അവൻ അവിടെ ഒരു യാഗപീഠം പണിതു, ദൈവത്തെ ആരാധിച്ചു. യഹോവ ദേശത്തിൻ്റെ പ്രാർത്ഥന കേട്ടു, ബാധ ഇസ്രായേലിൽ നിന്നും വിട്ടുമാറി. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഓർക്കും, ഇതൊരു കാഷ്വൽ പ്രെയറായി ഇരുന്നാണ്. അല്ല, ഇന്ന് രാത്രിയിൽ ദേശത്തിൻ്റെ പ്രാർത്ഥന കേട്ട് എവിടെ നിന്നൊക്കെയോ ചിലതിനെ ദൈവം മാറ്റിക്കൊണ്ടു പോകുക. ചില ബാധകൾ, ചില ദോഷങ്ങൾ ദേശത്തുനിന്ന് ദൈവം മാറ്റുക. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം കാര്യങ്ങൾ. ഞാൻ വേഗത്തിൽ പറഞ്ഞുവിടും. ഒറ്റ വാക്യം കൂടെ വായിച്ച് ഞാൻ എൻ്റെ മെസ്സേജ് അവസാനിപ്പിക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 20-ാമത്തെ അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 1 രാജാക്കന്മാർ 20-ാം അധ്യായം 27-ാമത്തെ വാക്യം. ഇസ്രായേലിനെയും എണ്ണി നോക്കി അവർ ഭക്ഷണപദാർത്ഥങ്ങൾ എടുത്ത് അവരുടെ നേരെ പുറപ്പെട്ടു. ഇസ്രായേലിയർ ആട്ടിൻകൂട്ടങ്ങളുടെ 2 ചെറിയ കൂട്ടം പോലെ അവരുടെ നേരെ പാളയമിറങ്ങി. അരാമ്യരോ ദേശത്ത് നിറഞ്ഞിരുന്നു. മതി, സമയം പോകുന്ന ഞാൻ അവസാനിപ്പിക്കാം. ഇവിടുത്തെ ചരിത്രം വായിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം, ഇസ്രായേൽ രാജാവിന് നേരെ ഇപ്പോൾ ഒരു അരാം സൈന്യം വരികയാണ്. അരാം സൈന്യം മാത്രമല്ല, 32 രാജാക്കന്മാരും അരാം സൈന്യവും കൂടെ ഒന്നിച്ചു വരിക. ആർക്ക് നേരെ? പ്രാർത്ഥിക്കുന്ന ഇസ്രായേലിനെതിരെ. സ്തോത്രം. ഇവ വന്ന് ചോദിക്കുന്നത് എന്തുവാണെന്നറിയാമോ? സിസ്സേൻ്റെ 5-ാമത്തെ വാക്യത്തിൽ കിടപ്പുണ്ട്. നിന്റെ വെള്ളിയും പൊന്നും നിന്റെ ഭാര്യമാരെയും നിന്റെ പുത്രന്മാരെയും എനിക്ക് തരണം. ന്യായമല്ലാത്തൊരു വാദം. സ്തോത്രം. 5-ാമത്തെ വാക്യം നിങ്ങൾ പിന്നീട് ധ്യാനിച്ചു. വെള്ളി അവന് വേണം, പൊന്ന് അവന് വേണം, നിനക്ക് ജനിച്ച തലമുറ അവന് വേണം. സ്തോത്രം. നിനക്ക് ജനിച്ച പുത്രിമാർ അവന് വേണം, നിന്റെ കൂടെ നിനക്ക് ഒപ്പം നിൽക്കുന്ന ഭാര്യമാർ അവന് വേണം. ഇങ്ങനെ നീതിരഹിതമായ ചില വാദങ്ങൾക്ക് നടുവിൽ പ്രാരംഭത്തിൽ ഈ രാജാവ് ഒന്ന് മനസ്സ് പതറി സമ്മതിച്ചു പോയെങ്കിലും താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മൂപ്പന്മാർ കൂടി കാര്യങ്ങൾ ആലോചിച്ചപ്പോൾ, ഒന്നുകൂടെ പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ വിവേചിച്ചാൽ, പ്രാർത്ഥിക്കാൻ ദൈവജനം ഒന്നിച്ചു കൂടിയപ്പോൾ രാജാവിനെ ധൈര്യപ്പെടുത്തിയിട്ട് പറഞ്ഞു, നീ അനുവദിച്ചു കൊടുക്കരുത്, നീ വഴങ്ങി കൊടുക്കരുത്, നീതിയല്ലാത്തതിന് നീ ഒപ്പിടരുത്, നീതിയല്ലാത്തതിന് നീ കൈ കൊടുക്കരുത്. ആമേൻ, സ്തോത്രം. അവനെ ധൈര്യപ്പെടുത്തിയിട്ട് പറഞ്ഞു, നീ അത് ചെയ്യരുത്. സ്തോത്രം. ഇന്ന് രാത്രി ചിലരെ പരിശുദ്ധാത്മാവ് വിശ്വാസത്തിൽ ഉറപ്പിക്കുക. സ്തോത്രം, സ്തോത്രം. പിടിച്ചു നിൽക്കുക, കർത്താവ് അത്ഭുതം ചെയ്യും. വിശ്വസിക്കുക, കർത്താവ് അത്ഭുതം ചെയ്യും. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് അവൻ അങ്ങ് ആത്മാവിൽ ധൈര്യപ്പെട്ടു. പക്ഷേ സിസ്രേലിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ ഇതുവരെ വെളിപ്പെടാത്തൊരാൾ കളത്തിലേക്ക് കയറി വരിക. 20-ൻ്റെ ഞാൻ ഷോർട്ട് ചെയ്തു പോകുന്ന സമയം പോകുന്നതുകൊണ്ടാണ്. എന്നാൽ ഒരു പ്രവാചകൻ ഇസ്രായേൽ രാജാവായ ആഹാബിൻ്റെ അടുക്കൽ വന്നു. എന്നിട്ടൊരു ചോദ്യം, ഈ മഹാസംഘത്തെ നീ കാണുന്നോ? സ്തോത്രം. ദേശം നിറഞ്ഞു നിൽക്കുന്ന, സ്തോത്രം, നിന്നെ ചെറുതായി കാണുകയും അവനെ വലിപ്പപ്പെടുത്തിക്കൊണ്ട് നിൽക്കുകയും ചെയ്യുന്ന ഈ വലിയ സൈന്യത്തെ, ഈ മഹാസംഘത്തെ നീ കണ്ടോ? കണ്ടു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞ ദൂത്, നിന്റെ മുമ്പിൽ വലിയതായി നിൽക്കുന്ന ഈ മഹാസംഘത്തെ ഞാൻ നിന്റെ കയ്യിലോട്ട് തരാൻ പോവാ. ഈ രാത്രി മീറ്റിങ്ങിൽ ഇരിക്കുന്ന ഞാൻ ചെറുതാ, എൻ്റെ പ്രാർത്ഥന ചെറുതാ എന്ന് എവിടെയോ മനസ്സിൽ മുറിവേറ്റ് കിടക്കുന്ന ചിലരെ നോക്കി പരിശുദ്ധാത്മാ പറയുക, നിന്റെ കണ്ണുകൊണ്ട് നോക്കി അത് വലുതും നീ ചെറുതുമാണെന്ന് എവിടെയോ പിശാച് നിന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചിലതിനകത്ത് ഇന്ന് രാത്രി ദൈവാത്മാ പറയുക, ഈ മഹാസംഘത്തെ നീ കണ്ടോ? കണ്ടു. ഞാൻ അതിനെ നിന്റെ കയ്യിലേക്ക് തരാൻ പോകുകയാണ്. സ്തോത്രം. അതുകൊണ്ട് ചെറിയ ആട്ടിൻകൂട്ടമേ, ഭയത്തിൻ്റെ ആവശ്യമില്ല, പേടിക്കേണ്ട കാര്യമില്ല. നിന്റെ കൈകൾക്കകത്ത് വന്നു ചേരണം എന്ന് സ്വർഗം നിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചതെല്ലാം നിന്റെ കൈകളിൽ വന്നു ചേരും. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വീണ്ടും നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ സ്തോത്രം 4 ഘട്ടങ്ങളിൽ ആ വിഷയത്തെ പരിശുദ്ധാത്മാവ് കൈകാര്യം ചെയ്തു. എന്നാൽ ആമേൻ 1-ാം തവണ ദൂത് പറഞ്ഞു, വിഷയത്തെ ജയിച്ചു. വീണ്ടും പ്രവാചകൻ പറഞ്ഞു, ബി കെയർഫുൾ, സൂക്ഷിച്ചിരിക്കുക, വിജിലൻ്റ് ആയിരിക്കുക. വരുന്ന വർഷം ഇതേ വിഷയം വേറൊരു കളറിൽ നിനക്കെതിരെ കയറി വരും. അതാണിപ്പോൾ നമ്മൾ വായിച്ച വാക്യം. നമ്മുടെ കണ്ണുകൾ ഒരു നിമിഷം അടയ്ക്കാം. അപ്പോൾ പ്രവാചകൻ പറയുകയാണ്,
ചെറിയ ആട്ടിൻകൂട്ടത്തെ പോലെ കാണുന്ന ആ കാഴ്ചയ്ക്ക് നടുവിൽ വീണ്ടും പ്രവാചകൻ പറയുക, ഈ സംഘത്തെ നീ കണ്ടോ, ഞാൻ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. ഇന്ന് രാത്രി കണ്ണുകൾ അടയ്ക്കാം, നമുക്കൊരു നിമിഷം ഏൽപ്പിച്ചു കൊടുക്കാം. പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെട്ടെങ്കിൽ